welcome to the first ever episode of Naatile Narratives. This is Megha. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് ലോഞ്ച് എപ്പിസോഡാണ്. അപ്പോൾ വി വർ ഡിസ്കസിങ് ഹൂ ഡു വി ബ്രിങ് ഇൻ, ആരെ കൊണ്ടുവരുന്നൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഹെൽത്ത് ഇസ് വെൽത്ത് എന്നാണല്ലോ. സോ വി ഹാവ് വിത്ത് അസ് ഫിറ്റ്നസ് കോച്ച്, പേഴ്സണൽ ട്രെയിനർ ആൻഡ് ഓണർ ഓഫ് ഹിസ് enterprise, Lift with Ajit. So we have with us Mr. Ajit Babu. Ajit, welcome to our first episode. Thank you so much. Thank you for coming here. അപ്പം ഇപ്പൊ റീസെന്റ് അജിത്തേട്ടന്റെ പേര് ഭയങ്കരമായിട്ട് കുറെ സംസാരിച്ച് ചർച്ച ചെയ്യപ്പെട്ടതാണ്. അല്ലെ, ആട് ജീവിതത്തിന്റെ ഒരു ശരിയാണ്. But I think I have been following you before that through a lot of common friends, even though you don't like that like tag celebrity trainer. പക്ഷെ എന്നാലും പല സെലിബ്രിറ്റീസിന്റെ പേജിലൂടെയാണ് അജിത്തേട്ടന്റെ പ്രൊഫൈലിലേക്ക്. First of all, thank you for the introduction, and I'm so happy, I'm so glad that I'm here, and ഇതൊരു ഫസ്റ്റ് എപ്പിസോഡാണ് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. Anyway, all the very best for the upcoming episodes. And coming back to celebrity trainer, see, അത് actually I'm training a lot of people. അങ്ങനെ കുറേ ആളുകളെ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്, കുറേ ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് I'm a coach, and celebrity is someone, അത് ഞാൻ ട്രെയിൻ ചെയ്യിക്കുന്ന ആൾക്കുള്ള ഒരു ക്രെഡൻഷ്യൽ അതാണ്. സോ വെൻ യു ട്രെയിൻ എ സെലിബ്രിറ്റി യു ഡോണ്ട് ബിക്കം എ സെലിബ്രിറ്റി ട്രെയിനർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബട്ട് ഇറ്റ്സ് ഓക്കെ. അതെ, അത് ഞാനൊരു വീഡിയോയിൽ കണ്ടതായിരുന്നു അങ്ങനെ പറയുന്നത്. അപ്പം ഐ തോട്ട് ദാറ്റ് വാസ് ഇൻസൈറ്റ്ഫുൾ. പക്ഷേ ആൾക്കാരിലേക്ക് ഇപ്പൊ നമ്മളിപ്പോ ഒരു സെലിബ്രിറ്റിയുടെ പേജിൽ എടുക്കുമ്പോ ഇപ്പം ആൻഡ് പലപ്പോഴും നമ്മൾ മോട്ടിവേറ്റ് ആവുന്നത് ഇൻസ്പിറേഷണൽ ഫിഗേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുന്നത് കാണാം. നമ്മൾ ഈ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോഴാണ് ഐ ഗോട്ട് ഇൻട്രൊഡ്യൂസ്ഡ്. അപ്പൊ എനിക്ക് ഫസ്റ്റ്ലി ചോദിക്കാനുള്ളത്, ഞാൻ പല ഇന്റർവ്യൂസിൽ ഞാൻ എന്റെ റിസർച്ചിൽ കണ്ടെത്തിയത് 16 years തൊട്ട് ആണ് ഫിറ്റ്നസിലേക്ക് എത്തുന്നത്. അപ്പൊ give us a like how did you come into fitness, what makes you love it so much? I mean everybody should love fitness, but your journey ഒന്ന് പറയാണെങ്കിൽ. ഓക്കെ, എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന, സോ ഞാൻ ലൈക്ക് എല്ലാവരും, ഞാനിവിടെ എറണാകുളത്ത് എടപ്പള്ളിയിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. സോ ചെറുപ്പം തൊട്ടേ കുറേ സ്പോർട്ടി ആയിട്ടുള്ള ആളാണ്. അതായത് ക്രിക്കറ്റ്, ഫുട്ബോൾ, അതായിരുന്നു ലൈക്ക് ഒരു നല്ലൊരു പാർട്ട് ഓഫ് ലൈഫിൽ ഇങ്ങനെ പോകുന്നത്. ബട്ട് സി, കമ്മിങ് ബാക്ക് ടു യുവർ ക്വസ്റ്റ്യൻ, ടു ദ പോയിന്റ്, എന്തോ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് എന്തായിരുന്നു. അതായത് ഐ ഫീൽ ലൈക്ക് ഐ എം വെരി സ്കിന്നി, ലൈക്ക് ഒരു ബോഡി ഇമേജ് ഇഷ്യൂ പോലെ. ഇപ്പോഴാണ് അതിനൊരു നെയിമൊക്കെ വന്നത്, ബട്ട് പണ്ട് നമുക്ക് അറിയില്ല എന്താണെന്നുള്ളത്. സോ മോസ്റ്റ്ലി ലൈക്ക് ഒരു ക്രൗഡിനെ ഫേസ് ചെയ്യാം, ഒരു സ്റ്റേജിൽ ചെല്ലുക, അല്ലെങ്കിൽ ഒന്നുമല്ല, സ്റ്റേജ് ഒന്നും വേണ്ട, നമുക്ക് എന്തെങ്കിലും വായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ടിലേക്ക് ടീച്ചർ വിളിച്ചാൽ തന്നെ യു ആർ ഗെറ്റിംഗ് സ്കേഡ്. ഈവൻ ഒരു 2-3 പെൺകുട്ടികൾ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും അടുത്തേക്ക് പോയി ഒരു നോട്ട് മേടിക്കാൻ തന്നെ നമുക്കൊരു കൈൻഡ് ഓഫ് ലൈക്ക് ദാറ്റ് ഈസ് ലൈക്ക് യു ഡോണ്ട് ഫീൽ ലൈക്ക് യു ആർ ഇനഫ് കൈൻഡ് ഓഫ് എ തിങ്. ദെൻ going forward, എന്താ പറയുക, I got introduced to this fitness by എൻ്റെ അച്ഛൻ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾ. അപ്പോൾ ഐ എം ലൈക്ക് ഫ്രം ചെറുപ്പത്തിലെ തൊട്ടേ അച്ഛൻ ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ആൻഡ് ഹീസ് എ വെരി നോർമൽ ഗൈ, വെരി നോർമൽ പേഴ്സൺ, ബട്ട് ഹീസ് ഗെറ്റിംഗ് റെസ്പെക്ട്. ഐ തിങ്ക് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഹിസ് പേഴ്സണാലിറ്റി, ദാറ്റ്സ് വൺ തിങ്. ആൻഡ് ഒരു നല്ലൊരു പെർസെൻറ്റേജ് ഇസ് കമ്മിങ് ഫ്രം ഫിറ്റ്നസ്. സോ ഈവൻ എൻ്റെ ഫ്രണ്ട് സർക്കിളിലാണെങ്കിലും അവർ സംസാരിക്കുന്നുണ്ട്, എടാ അജിത്തിൻ്റെ അച്ഛൻ്റെ പുള്ളീനൊക്കെ ഞാൻ അവനെ കണ്ടായിരുന്നു, ഹീസ് ലൈക്ക് എ ഗുഡ് ലൈക്ക് എ വെരി ബിൽഡ് മാൻ, അങ്ങനെ അവർ. അപ്പോൾ ഞാൻ ചോദിച്ചു, എടാ ഇതെന്താ എനിക്കൊരു വിലയില്ലെങ്കിലും അച്ഛനെ കാണുമ്പോൾ. സോ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഫിറ്റ്നസ് ആ ഒരു റെസ്പെക്റ്റായിട്ട് ഇൻവോൾവ് ആണ്. ലൈക്ക് യു ലുക്കിംഗ് അറ്റ് എ സോൾജിയർ, ലൈക്ക് സോൾജിയറിൻ്റെ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ like we have that respect to that person. So I'm a person want to be in army, in a defense aspirant ആയിട്ടുള്ള ഒരാളാണ് ഇപ്പോഴും. ആൻഡ് ഐ വാണ്ട് ടു ബി ഫിറ്റ് എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അച്ഛനോട് ചെന്ന് പറയുകയാണ്, എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്, ഞാനൊരു ജിമ്മിൽ ചേർന്നോട്ടെന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇതും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം, ഞാൻ ചെറുപ്പത്തിൽ എല്ലാവരെയും പോലെ തന്നെ ഈ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി കുറവാണ്. വരയ്ക്കും, പാട്ട് പാടാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തും, then എന്തെങ്കിലും ടോയ്സൊക്കെ അയച്ച് വേറൊരു സാധനം ഉണ്ടാക്കാനൊക്കെ നോക്കും. പക്ഷെ ഇതൊന്നും അങ്ങനെ ഒരു ഫുൾഫിൽമെൻ്റ് ഇല്ല. അപ്പോൾ പുള്ളി പറഞ്ഞു, നേരെ ജിമ്മിലേക്ക് ചേരണ്ട, നീ എൻ്റെ കൂടെ രാവിലെ എഴുന്നേറ്റ് സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് എങ്ങനെ പോകുന്നു നോക്കട്ടെ, കണ്ടിന്യൂസ് ആയി പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാമല്ലോ. സോ ഐ ഡിഡ് ലൈക്ക്
consistently without break 1 year with him. Every day, morning 5:30, he will wake me up. Then ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ എഴുന്നേറ്റ് തുടങ്ങി. ആൻഡ് ഐ ഡു ഓൾ ദ ഗ്രൗണ്ട് വർക്കൗട്ട്. ദാറ്റ്സ് ദ ബേസ്. പിന്നെ എനിക്ക് അതിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. സോ ഒരു പോയിന്റിൽ എനിക്ക് മനസ്സിലായി ഫിസിക്കൽ ചേഞ്ചിലുപരി മൈ മെൻ്റൽ കണ്ടീഷൻ ചേഞ്ച്, മൈ പേഴ്സണാലിറ്റി ചേഞ്ച്, മൈ ആറ്റിറ്റ്യൂഡ് ചേഞ്ച്, ദ വേ ഐ ടോക്ക് ചേഞ്ച്, ദ വേ ഐ ഡ്രസ് ചേഞ്ച്. പണ്ട് അറിയാമല്ലോ, നമ്മൾ പാരൻസ് എവിടെയെങ്കിലും ഒരു ഇവൻറ്റിനോ അല്ലെങ്കിൽ ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഒരു കുട്ടീനെ കൂടെ കൊണ്ടുപോകണം എന്നുള്ളൊരു ചടങ്ങുണ്ട്. ഇപ്പോഴുണ്ടോ എന്ന് എനിക്കറിയില്ല. സോ അപ്പോൾ എനിക്കൊക്കെ മടിയാണ് ഒരു ഡ്രസ്സ് ചെയ്ത് വേറെ പരിചയമില്ലാത്തടത്തേക്കൊക്കെ പോകാൻ. സോ അതും ഈ ഒരു ഇൻസെക്യൂർഡ് ഫീൽ ഉണ്ട്. നൗ ഐ ഡോണ്ട് കെയർ ലൈക്ക് എൻ്റെ ഹൗ ഐ എക്സ്റ്റേണലി ലുക്ക് എന്നുള്ളൊരു സംഭവം മാറി ഈ ഒരു ജേർണിയിൽ. ലൈക്ക് ഇറ്റ്സ് നോട്ട് അബൌട്ട് ബിഗ് മസിൽസ്, ആപ്സ്, ബൈസെപ്സ്, അതൊന്നും അല്ല. അതിൽ മേലെയാണ് കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ഫിറ്റ്നസ്സിൽ ദാറ്റ് യു കനോട്ട് മെഷർ. ലൈക്ക് ഒരിക്കലും നമ്മുടെ എന്താ പറയുക മെൻറ്റാലിറ്റി എത്ര ബൂസ്റ്റ് ആയെന്ന് ഒരു നമ്പർ വെച്ചിട്ട് കാണാൻ പറ്റില്ല. പേഴ്സണാലിറ്റിയിലുണ്ടായ ചേഞ്ച് ഒരിക്കലും ഭയങ്കരമായിട്ട് ട്രാക്ക് ചെയ്യാനുള്ളവരില്ല. ഓഫ് കോഴ്സ് യു ക്യാൻ വേ യുവർ വെയിറ്റ് ഓൺ എ വെയിങ് സ്കെയിൽ. ബട്ട് ഞാൻ പറയുന്നത് വെയിറ്റ് ലോസ് അല്ലെങ്കിൽ ബോഡിയിലുണ്ടാവുന്ന എക്സ്റ്റേണൽ ചേഞ്ചസ് ഒരു ചെറിയ പെർസെൻറ്റേജ് മാത്രമാണ്. പക്ഷേ അല്ലാതെ വരുന്ന ചേഞ്ചസ് ആണ് ശരിക്കും ഉള്ള ആക്ച്വൽ ചേഞ്ചസ്. സോ ദ വെയിറ്റ് ലോസ്, വെയിറ്റ് ഗെയിൻ എല്ലാം ഒരു 5 to 10% മാത്രമുള്ളതാണ്. സോ ദാറ്റ് മെയ്ഡ് മീ ക്യൂരിയസ് ടു എക്സ്പ്ലോർ മോർ അബൌട്ട് ഫിറ്റ്നസ്. സോ ഞാൻ എൻ്റെ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. ഞാൻ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഫിറ്റ്നസ് ട്രെയിനിങ് ഉണ്ടായിരുന്നു. പാർട്ട് ടൈം ഫിറ്റ്നസ് ട്രെയിനറും ഒരു ഫുൾ ടൈം മെക്കാനിക്കൽ എഞ്ചിനീയറും ആയിരുന്നു ഞാൻ. സോ ഒരു പോയിന്റ് എത്തിയപ്പോൾ ലൈക്ക് ഒന്ന് പ്രൊഫഷനും പാഷനും രണ്ടും ഒരേപോലെ മാനേജ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ബട്ട് ഗോയിങ് ഫോർവേഡ് യു വിൽ എക്സൽ ഇൻ സംതിങ്. യു വിൽ റിയലൈസ് ദാറ്റ് നമുക്ക് ഇത്ര എനർജി ഉള്ളൊരു ദിവസം അത് റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിൽ ചാനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ബെറ്റർ. സോ ഐ ഡിസൈഡ് ഐ ലവ് മൈ വർക്ക് ആസ് എ മെക്കാനിക്കൽ എഞ്ചിനീയർ. ഐ വാസ് ഗുഡ് അറ്റ് ഇറ്റ് എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. സോ ഐ വാസ് വർക്കിംഗ് ഓൺ എ വെരി റെപ്യൂട്ടഡ് കമ്പനി ആൻഡ് സെസ്സിൽ അവിടെയും പ്രോപ്പറായിട്ട് പോയിക്കൊണ്ടിരുന്നത്. ദെൻ ഐ റിയലൈസ് ദാറ്റ് ദിസ് ഈസ് വാട്ട് ഐ വാണ്ട്, ദിസ് ഈസ് വാട്ട് ഐ എം ഗുഡ് അറ്റ് ആൻഡ് ഐ ഫീൽ ബെറ്റർ. കാരണം ഈ മെക്കാനിക്കൽ എഞ്ചിനീയർ ജോബ് ചെയ്യുമ്പോൾ കുറച്ച് ഹെൽത്ത് കോംപ്രമൈസ് ചെയ്യേണ്ടി വരാറുണ്ട്. കാരണം ചിലപ്പോൾ എനിക്ക് റൈറ്റ് ടൈമിൽ ഭക്ഷണം കഴിക്കാൻ പറ്റാറില്ല, ചിലപ്പോൾ എൻ്റെ വർക്കൗട്ടിന് അത് ബാധിക്കാറുണ്ട്. ഐ ഫീൽ ലൈക്ക് എനിക്ക് കുറച്ച് ബുക്ക് വായിക്കുന്ന ഹാബിറ്റ് ഉണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, ജേർണലിങ്, അങ്ങനത്തെ പരിപാടികളുണ്ട്. അതൊന്നും നടക്കുന്നില്ല. കുറേ കൂടെ ഒരു കോർപ്പറേറ്റ് സിസ്റ്റമാറ്റിക് ലൈഫിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് ദ അതർ സൈഡ് തിങ്സ് ആർ ബെറ്റർ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിലേക്ക് സ്വിച്ച് ചെയ്ത് നോക്കി. ഇറ്റ്സ് ഒരു റിസ്കി ലീപ്പാണ്, ഐ നോ. ബട്ട് ഐ told my parents, they were like എന്താണോ നിനക്ക് വർക്കാവുന്നത് ചെയ്തു. they were very supportive and I took the leap. The first 2 years was struggling, then I figure out and found the pace. I keep on working, struggle ചെയ്തു. അതിൻ്റെ കൂടെ ഞാൻ IASൻ്റെ പ്രിലിംസിന് പ്രെപ്പ് ചെയ്തു. ആ പ്രെപ്പിൻ്റെ ഇടയിലാണ് പൃഥ്വിരാജ് സാറിൻ്റെ കോൾ വരുന്നത് ഫോർ ലൈക്ക് ഹി നീഡ് എ ട്രെയിനർ ആൻഡ് ഓൾ. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന കാര്യം, അപ്പോൾ ആ സമയത്ത് ഞാനൊരു ഏകദേശം 22 ക്ലയൻസിനെ കൊച്ചി ബേസ് ആയിട്ടുള്ള ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ ഞാൻ ആ സെയിം ടൈം ഞാൻ പറയുന്നില്ല ഈ UPSCയുടെ പ്രിലിംസിനും പ്രെപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരാളെ ട്രെയിൻ ചെയ്ത് ഓൾമോസ്റ്റ് എൻ്റെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ കവർ ചെയ്യാൻ പറ്റിയാൽ എനിക്ക് പഠിക്കാനുള്ള സമയവും കിട്ടും. അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ഐ റിയലൈസ് ദാറ്റ് എഗെയിൻ ഒന്നില്ലെങ്കിൽ UPSC അല്ലെ ഫിറ്റ്നസ്. കാരണം അതൊരു വളരെ സീരിയസ് ആയിട്ടുള്ളൊരിതാണ്. മൂവിങ് ഫോർവേഡ് എനിക്ക് മനസ്സിലായി. സോ ഐ എം മെൻ്റലി ഡ്രെയിനിങ് ബൈ ആപ്റ്റിറ്റ്യൂഡും മാത്തമാറ്റിക്സും എല്ലാം ചെയ്ത് ആൻഡ് ഫിസിക്കലി ഐ എം ലൈക്ക് വർക്ക്ഔട്ട് ആൻഡ് എവറിത്തിങ്. സോ ദാറ്റ്സ് എ ട്രയൽ ആൻഡ് എറർ. ഐ എം സോ ഗ്ലാഡ് ആൻഡ് ഐ ഡോണ്ട് ഹാവ് എനി റിഗ്രറ്റ് ഇൻ ഓൾ ദിസ് ടൈം ബിക്കോസ് ദാറ്റ് മെയ്ഡ് മീ ഹൂ ഐ ആം റൈറ്റ് നൗ. എല്ലാം നല്ല ലെസണുകളായിരുന്നു. ഒരിക്കലും എവിടെയും ടൈം മിസ്സായിട്ടുണ്ടെന്നോ വേസ്റ്റ് ആയിട്ടുണ്ടെന്നോ ഒന്നും തോന്നുന്നില്ല. ഗ്രാറ്റിറ്റ്യൂഡ് ടു എവറി വൺ ബിയോണ്ട് ദാറ്റ് ജേർണി. ലൈക്ക് എല്ലാം നല്ല ടൈമും മോശം ടൈമും എല്ലാത്തിനും ഗ്രാറ്റിറ്റ്യൂഡാണ്. സോ അങ്ങനെ സാറിൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്തു. അവിടെയും ഒരു ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ മാത്രമേ ട്രെയിൻ ചെയ്യിക്കുന്നുള്ളൂ. ഒരു 1 year കൊണ്ട് നമുക്ക് ആളുടെ സാറിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും, എന്താണ് ട്രെയിനിങ് ചെയ്യാൻ പറ്റുന്നത്, എന്താണ് പാറ്റേൺ. സോ ഐ ഫെൽ ലൈക്ക് ഐ എം ഔട്ട്ഡേറ്റഡ് ആവുന്നു. ഞാൻ എൻ്റെ വളരെ അടുത്ത ഫ്രണ്ട്സ്, എൻ്റെ സീനിയേഴ്സൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ പുതിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് അത്ര നോളജില്ല. ബിക്കോസ് ഐ എം ജസ്റ്റ് ഡീലിംഗ് വിത്ത് 1 person. സോ ഫിറ്റ്നസ്സിലാണെന്ന് വെച്ചാൽ നേരത്തെ ആയിരുന്നെങ്കിൽ ഞാനൊരു ഫ്രം ദ ഏജ് ഓഫ് 17 to 60, 65 വരെയുള്ള ആളുകളെയും പല കാറ്റഗറിയിലും പല
എന്താ പറയുക, പല കണ്ടീഷൻസും ഞാൻ ഹാൻഡിൽ ചെയ്ത് വെച്ചു. അപ്പോൾ ഞാൻ വീണ്ടും ഹൗ ഐ ക്യാൻ ടാക്കിൾ ഇറ്റ്. സോ ഈ ഓൺലൈൻ ട്രെയിനിങ് ഒക്കെ ഇപ്പോൾ ഭയങ്കര എസ്റ്റാബ്ലിഷ് ആവുന്നതിന് മുമ്പ് ഐ സ്റ്റാർട്ടഡ് ദാറ്റ് തിങ് കോൾഡ് ഓൺലൈൻ ട്രെയിനിങ്. ആ സമയത്ത് ഞാൻ ആദ്യം എൻ്റെ വളരെ ക്ലോസ് ആയ ഫ്രണ്ട്സിനോട് പറഞ്ഞു, എടാ ഞാനിങ്ങനെ കുറച്ച് വർക്കൗട്ട് പ്ലാനും ഡയറ്റ് പ്ലാനൊക്കെ തരാം, ഒന്ന് ഫോളോ ചെയ്യും, നല്ലതായിരിക്കും. അപ്പോൾ they didn't take me that serious because you are that friends. So I realized that first of all very immediate ആയിട്ടുള്ളവരെ ട്രെയിൻ ചെയ്യിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം they won't അറിയാത്തവരെന്നല്ല, they have to see you as a coach. Like a coach thing should be on an upper hand. Second thing, if you are മറ്റേ ജോക്കർ പറഞ്ഞല്ലോ, if you are good at something you have to charge it, like you know, it's not comes for a free. So then I put a small charge for my online training. One person came, that woman referred another guy. Then I slowly build up. 20 പേരായപ്പോൾ എനിക്ക് ഒറ്റക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ ഞാൻ ഒരാളെ ഹയർ ചെയ്തു. നൗ ഐ ഹാവ് ഒരു കുട്ടി ടീം, ഒരു ഓഫ്ലൈൻ സ്റ്റുഡിയോ, ഒരു ഓൺലൈൻ സെറ്റപ്പ്, അങ്ങനെ ഒരു ആ രീതിയിൽ പതിയെ പോകുന്നു. ലിഫ്റ്റ് എന്നാണ് അതിൻ്റെ പേര്. എനിക്ക് ഇപ്പം ഈ ഒരു ജേർണി പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് പോയിന്റ്സ് സ്ട്രൈക്കിംഗ് ആയി. അപ്പൊ എനിക്ക് ഫസ്റ്റ് സ്ട്രൈക്കിംഗ് ആയത് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയത് ഈ ബോഡി ഇമേജ് ഇഷ്യൂസ് ഇല്ല, അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ ലൈഫിൽ എഫക്ട് ചെയ്യുന്നത്. എനിക്ക് ഇൻസെക്യൂരിറ്റീസും പല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് ഇൻ ടേംസ് ഓഫ് ലൈക്ക് ബീങ് ഓൺ ദി ഹെവിയർ സൈഡ് ഓൾവേസ്. അപ്പൊ ഞാൻ ഒരു പോയിന്റിൽ ഒരു 2020 കോവിഡിന്റെ സമയത്താണ് ഞാൻ വിചാരിച്ചത് ഐ നീഡ് ടു ലൂസ് വെയിറ്റ്. അപ്പൊ ഐ വാസ് ഈവൻ ഹെവിയർ ദാൻ ദിസ്. അപ്പൊ ഞാൻ എന്താ എൻ്റെ ഫിറ്റ്നസിനെയും എൻ്റെ എല്ലാം സീരിയസ്ലി എടുക്കാൻ തോന്നിയപ്പോൾ ഇപ്പൊ അടുത്തായിട്ടും പറഞ്ഞ പോലെ ഐ സോ ചേഞ്ച് ഇൻ മൈ മെന്റൽ ഹെൽത്ത്. മെന്റൽ ഹെൽത്ത് ആണ് ചേഞ്ച് ആവുക. മെന്റലി നമുക്ക് ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ട് തോന്നി, എല്ലാ കാര്യങ്ങളും ചെയ്യാനും. ചില സമയത്ത് ബെഡിൽ നിന്ന് എണീക്കാൻ തോന്നില്ല, ഇത് ബെഡിൽ നിന്ന് എണീക്കാനുള്ള ഒരു ഇറ്റ്സ് മോർണിംഗ്, ലെറ്റ് മീ വേക്ക് അപ്പ്. എനിക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ടോ, ഒന്നും ഉണ്ടാവില്ലെങ്കിലും എന്തൊക്കെയോ ഒരു ഇറ്റ്സ് ലൈക്ക് യു ആർ ഡൂയിങ് സംതിങ് എന്നുള്ളൊരു ഫീൽ. ഇപ്പൊ എനിക്ക് എന്റെ ഗോൾ വെയിറ്റിൽ ഞാൻ എത്തിയിട്ടില്ലെങ്കിലും എനിക്ക് ഇൻസെക്യൂരിറ്റി ഇല്ല. കാരണം എവിടെയോ ഞാൻ എന്റെ ഫിറ്റ്നസിന് ഐ എം ഈറ്റിംഗ് ഹെൽതി. If I'm not completely working out every day, also I'm eating healthy. I'm conscious about what I put into my body. Slow transition ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ mental health is very important. അതെനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആണ്. അതിലേക്ക് വരുമ്പോഴാണ് എനിക്ക് അറിയാവുന്ന ഒരു ഫ്രണ്ട് who trains with you. I've seen that person's mental health improve, sleep improve, the way he deals with people improve. അപ്പം അതിലാണോ ഫസ്റ്റ് ഫോക്കസ്, അങ്ങനെയാണോ വരുന്നത്? ഇത് ഫിറ്റ്നസിന്റെ കാര്യം പറയുമ്പോൾ ഒരു ഓവറോൾ വെൽനെസ് ആണ് ഞാൻ കീപ്പ് ചെയ്യുന്നത്. കാരണം ഞാൻ ഓൾമോസ്റ്റ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷേ എൻ്റെ ജേർണിയിൽ ഞാൻ മാറ്റങ്ങൾ വരുത്താനും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താനും എല്ലാം ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പഠിച്ചിരിക്കുന്ന ഒരാളാണ്. കാരണം ഈ ഫിറ്റ്നസ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രിയാണ്. അതിനകത്ത് നമുക്ക് വേണ്ടതും നമ്മുടെ ലോജിക്കലി കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോകുന്ന ഒരാളാണ്. സോ ഐ റിയലൈസ് ദാറ്റ് ഇറ്റ്സ് പണ്ടെന്ന് പറഞ്ഞാൽ ഒരു 40-50 വർഷം മുന്നേയൊക്കെ, അല്ലെങ്കിൽ അത്രയൊന്നും പോകണ്ട, ഒരു 30 years back, 20 years back, ലൈക്ക് ഫിറ്റ്നസ് ഈസ് മോസ്റ്റ്ലി കോൺസെൻട്രേറ്റഡ് ഓൺ മെൻ ടു മെയിൻറ്റെയിൻ എ ഗുഡ് ഫിസിക്. അപ്പോൾ ദേ ഡോണ്ട് തിങ്ക് അബൌട്ട് ലൈക്ക് എത്ര ഫ്ലെക്സിബിൾ ആണ്. അപ്പം ഫിറ്റ്നസിന് കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട്. Another muscle building is one, like there is strength, there is flexibility, there is cardiovascularity, agility, mobility, speed, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ ലയണൽ മെസ്സി ഈ ഒരു 9 അല്ലെങ്കിൽ 10 പാരാമീറ്റേഴ്സും ഓക്കെ ആയാൽ മാത്രമേ ഹി ക്യാൻ പ്ലേ വെൽ. ക്രിസ്ത്യാനോ റൊണാൾഡോ, റോജർ ഫെഡറർ. സോ നമ്മളൊരു ഡെയിലി നമ്മളൊരു സാധാരണ ഒരാൾക്ക് വേണ്ട കുറേ കാര്യങ്ങളുണ്ട്, കാർഡിയോവാസ്കുലാരിറ്റി ആൻഡ് സ്ട്രെങ്ത്. സോ ഇതിനെക്കുറിച്ചൊന്നും ഫോക്കസ് ചെയ്തിട്ട് ആരും പഠിച്ചിട്ടില്ല ഒന്നും. അങ്ങനെ ഇപ്പം ഞാനൊക്കെ ജിമ്മിൽ ആദ്യം ചേരുമ്പോൾ നമുക്കൊരു ആശാനം ഉണ്ടാവും, പുള്ളി പറയണ കാര്യങ്ങൾ ചെയ്യുക, അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അതോറിറ്റി നമുക്കില്ല. മനസ്സിലായേ? ഇത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം എന്താണ് അതിൽ നിന്ന് കിട്ടുന്നതെന്നുള്ളത്. സോ അത് രണ്ട് കാര്യമുണ്ട്. ചിലപ്പോൾ ആൾക്കത് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ അറിയാത്തതുകൊണ്ടായിരിക്കും, അവരുടെ മാസ്റ്റർ അവരെ പഠിപ്പിച്ചേക്കുന്ന രീതി അതുകൊണ്ടായിരിക്കും. രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടാബും ഉണ്ട്, അതായത് ഞാനിത് അയാളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നാളെ ഇയാൾ എന്നെ കേൾക്കാതാവുമോ. ബട്ട് ഐ റിയലൈസ് ദാറ്റ് ഇൻ ദിസ് ഫീൽഡ് ഓർ എനി ഫീൽഡ്, ഗിവിങ് നോളേജ്, ലൈക്ക് ടീച്ചിങ് ദം, അത് വിൽ ബ്രിങ് യു മോർ റിസൾട്ട് ആൻഡ് ദാറ്റ് പേഴ്സൺ വിൽ സ്റ്റിക്ക് വിത്ത് യു ഫോർ very long time, or they will refer you, because
two things. They will understand that you have idea regarding that and you are not bluffing and you are like serious about the subject. അപ്പോൾ നമുക്ക് എല്ലാത്തിനും നമുക്കൊരു എക്സ്പ്ലനേഷൻ, ഹ്യൂമൻ ആർ ഡിസൈൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് നമുക്കൊരു എക്സ്പ്ലനേഷനൊക്കെ വേണ്ടി വരും. അതായത് നമ്മളൊരു കാര്യം ചെയ്യണമെങ്കിൽ അതിൻ്റെ പുറകിലുള്ള ലോജിക്ക് എന്താണ്, അത് എപ്പോഴും നമ്മൾ തിങ്ക് ചെയ്യും. ഇപ്പൊ സ്ക്വാട്ട് ചെയ്യാണ് ഫോർ എക്സാമ്പിൾ, അപ്പൊ ഏത് മസിലാണ് ഇത് കൊള്ളുന്നത് ലൈക്ക് പലപ്പോഴും അതിന്റെ ബിഗിനിങ് ഒന്നും ആർക്കും അറിയില്ല. അത് മനസ്സിലായി. ഈ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കിപ്പോഴും മൈ നോളജ് അബൌട്ട് ഇറ്റ് ഇസ് വെരി ലോ, ബട്ട് ഐ ഹാവ് ഹേർഡ് പീപ്പിൾ സേ പണ്ട് ഈ പറയും ലിഫ്റ്റ് ചെയ്യാൻ പറയും ചെയ്യും, ഇത് ഏത് മസിലിനാണ് അടിക്കുന്നത്, ഇത് എന്താണ് അത് ചെയ്യുന്നത്, എക്സാക്ട്ലി അതൊന്നും ആരും പറഞ്ഞിരുന്നില്ല. എക്സാക്ട്ലി. അപ്പോൾ അത് ഒരു വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ നമ്മൾ ഓവറോൾ വെൽനെസ് എന്ന് പറയുമ്പോൾ ദാറ്റ് പേഴ്സൺ, ഇപ്പോൾ ഞാൻ പറയട്ടെ, ജിമ്മിൽ വരുന്ന 1 hour മാത്രമല്ല ഒരാൾക്ക് ഒരു ചേഞ്ചസ് ഉണ്ടാകുന്നത്. ദർ ആർ ലൈക്ക് അവർ വരുന്ന 1 hour അല്ല 23 hours എന്ത് ചെയ്യുന്നു. സോ വെരി സിമ്പിൾ തിങ് ഐ വിൽ ടെൽ യു. മേഘ ഇന്ന് 7 of August. സോ July 7 തൊട്ട് August 7 വരെ മേഘ ചെയ്തേക്കുന്ന, അതായത് എത്ര ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്തു, എത്ര നല്ല ഭക്ഷണം കഴിച്ചു, വാട്ട് എവർ യു ഈറ്റ്, അല്ലെങ്കിൽ എത്ര ഗുഡ് സ്ലീപ്പ് ടൈം കിട്ടി, എത്ര ക്വാളിറ്റി ടൈം യു സ്പെൻഡ് ഓൺ യുവർ സെൽഫ്, അതിൻ്റെ എല്ലാം ഒരു സമ്മ ആയിരിക്കും മേഘ, അല്ലേ? അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. സോ ദാറ്റ്സ് എ ഗുഡ് ന്യൂസ് ഓൾസോ. ദ തിങ് ഈസ് September 7 എന്താവണമെന്നുള്ളത് മേഘയ്ക്ക് വേണമെങ്കിൽ ഡിസൈൻ ചെയ്യാം. ബിക്കോസ് അതൊരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടല്ലോ. അതായത് നേരത്തെ ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് എനിക്ക് ഇതിലേക്ക് എത്താൻ പറ്റില്ല. സോ ഇപ്പോൾ September 7 വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഞാനിപ്പോൾ വൈകി എഴുന്നേക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാനൊരു എഴുന്നേക്കുന്നതിനൊരു സമയം ഫിക്സ് ചെയ്തു. ഇറ്റ് ഈസ് ലൈക്ക് 7. അപ്പോൾ നെക്സ്റ്റ് 1 month ഞാൻ 7 എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് 20 minutes പുറത്തിറങ്ങി നടക്കും. സോ യു ആർ that I will get direct sunlight, you will start producing more hormones in your brain. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, പിന്നെ ഞാനൊന്ന് എൻ്റെ ഡേ പ്ലാൻ ചെയ്യും. ദെൻ എനിക്കൊരു വർക്കൗട്ട് ടൈം ഉണ്ട്, എൻ്റെ 3 meal ഞാൻ കറക്റ്റായിട്ട് കഴിക്കും. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സംഭവങ്ങൾ തന്നെ. ദിസ് ഇറ്റ് സെൽഫ് മേക്ക് എ ഹ്യൂജ് ഡിഫറൻസ് ഇൻ യുവർ ലൈഫ്. മനസ്സിലായി? ദാറ്റ്സ് എ ബേസിക് തിങ്. അപ്പോൾ ഫിറ്റ്നസ് ഡസൻറ്റ് ഹാപ്പൻ ഇൻസൈഡ് എ ജിം. യു ആർ നോട്ട്, ഇപ്പോൾ പറഞ്ഞ ഇതിനകത്ത് ജിമ്മ് ചിലപ്പോൾ വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഞാൻ ടീച്ച് ചെയ്യാനും ഞാൻ അഡ്വക്കേറ്റ് ചെയ്യുന്ന കാര്യം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഇറ്റ്സ് ലൈക്ക് യു ഹാവ് ടു ടീച്ച് ദം ഹൗ ടു ക്യാച്ച് ഫിഷ് ദാൻ സെൽ ഫിഷ്. മനസ്സിലായോ? ഞാൻ വിചാരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളും ഒരു പേഴ്സണൽ ട്രെയിനറിനെ ലൈഫ് ലോങ് കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ദേ ഷുഡ് ബി സെൽഫ് സഫിഷ്യൻറ്റ്. മനസ്സിലായോ? അപ്പോൾ അവർക്ക് പഠിക്കാൻ, ഇപ്പോൾ ഒരു ഫിറ്റ്നസ് ട്രെയിനറിന് കുറേ വാസ്റ്റ് സബ്ജക്റ്റ് ഉണ്ട്. പക്ഷേ ഒരു ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരെക്കുറിച്ച് പഠിച്ചാൽ മതി. ബട്ട് സം കാറ്റഗറി നീഡ് പേഴ്സണൽ ട്രെയിനിങ് ത്രൂ ഔട്ട്. ബട്ട് ഒരു 90% ആളുകൾക്ക് ഒരു പേഴ്സണൽ ട്രെയിനർ എപ്പോഴും വേണമെന്നില്ല. ദേ ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ദെയർ ബോഡി ഈസ്, ഹൗ ഇറ്റ് റിയാക്ട്സ്, ഏതെല്ലാം ഫുഡ് കഴിക്കുമ്പോഴാണ് എനിക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വരുന്നത്, ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ എഫക്റ്റീവ് ആവുന്നത്, ഹൗ ടു ബ്രേക്ക് ദ പാറ്റേൺ. ആൻഡ് ദിസ് പേഴ്സൺ ക്യാൻ കം എനി ടൈം ടു ദെയർ കോച്ച്. ഞാനൊരു എക്സാമ്പിൾ പറയാം, എനിക്കറിയില്ല എത്ര ക്ലോസ് ആണെന്ന്. നമ്മളൊരു കാർ മേടിച്ചു, എല്ലാ ദിവസവും വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകുന്നില്ലല്ലോ. 10,000 കിലോമീറ്ററോ അല്ലെങ്കിൽ 20,000 ഒക്കെ ആകുമ്പോഴാണല്ലോ ഫസ്റ്റ് സർവീസ് വരുന്നത്. അപ്പോഴല്ലേ പോയിട്ട് അവർ ചെക്ക് ചെയ്യും, ഓക്കെ ഇത് ചെയ്താൽ മതി, ദെൻ യു അഗെയിൻ ഗോ. ദെൻ അതേപോലെ ഞാൻ ഒരിക്കലും നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്തല്ല, ബട്ട് ദാറ്റ്സ് ദ എസെൻസ്. യു ഷുഡ് ബി സെൽഫ് സഫിഷ്യൻറ്റ്, യു ഷുഡ് റൺ ഓൺ യുവർ ഓൺ. Then you have to check with a service for 2 or 3 months with your personal trainer or like whoever, your mentor, and work on it. And you have to be, sufficient enough. Yeah, that's true. ഇതിപ്പം ഒരു ഗോൾ ഓറിയന്റഡ് ആയിട്ട് ഒരാൾ വരുമ്പോൾ അവർക്ക് ത്രൂ ഔട്ട് ആയിട്ട് ഇപ്പം ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ലൈഫ് സ്റ്റൈലിന്റെ കാര്യമാണ് ഇപ്പൊ നമ്മൾ സംസാരിച്ചത്. ആറ്റോമിക് ഹാബിറ്റ്സ് ജെയിംസ് ക്ലിയർ പറയുന്ന ഒരു കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. ഭയങ്കര ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പം എനിക്കൊരു ഗോൾ ഉണ്ട്, ലൈക്ക് ഐ ആം പബ്ലിക് ഫിഗർ, സെലിബ്രിറ്റി, ഒരു ആക്ടർ, ഐ ഹാവ് എ ലൈക്ക് പെർട്ടിക്കുലർ ഗോൾ. അവർക്ക് പക്ഷെ കണ്ടിന്യൂസ് കോൺസ്റ്റന്റ് സോ ദർ പ്രൊഫഷൻ ഡിമാൻഡ്സ് ദാറ്റ്. സീ ഇതേപോലെ തന്നെ ഒരു ബുക്കിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഇറ്റ്സ് നമ്മുടെ അർജൻസി വെച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇന്ന് രാവിലെയുള്ള ഏറ്റവും അർജന്റ് ആയിട്ടുള്ള കാര്യം ഫസ്റ്റ്,
എന്നുള്ള രീതിയിലാണ്, എത്ര അർജന്റ് ആണ്. സോ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അത്. സോ ആക്ടേഴ്സ് ദേ ആർ ലൈക്ക് ഇമാജിൻ, ഞാൻ ഇപ്പൊ മേഘനെ വെച്ച് ഒരു എക്സാമ്പിൾ പറയാം. നാളെ ഒരു in a 2 months of time you got a movie role and that's a police officer and you should be very fit in that there is lot of action sequence and everything. വരട്ടെ ടച്ച് വുഡ് അങ്ങനെ തന്നെ ആവട്ടെ. അപ്പോൾ then you spoke with the director and director is saying that Megha, October this time there will be the shoot and the setup is like this, the actor is this guy and this is happening and we are spending this and ആ സ്ഥലമാണ് വാടക കിടക്കുന്ന 5 lakh ആണ് അതിൻ്റെ rent. Then can you imagine you coming with this something that not suits that role? Absolutely. That is injustice, that is like unprofessional. So you have that urgency, you have that seriousness, then the priority is this thing. So ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം wind down ചെയ്ത് Megha will work towards it. അതെ 60 days ബാക്ക് വർക്ക് ചെയ്യും, എങ്ങനെ ചെയ്യാൻ പറ്റും, ഒരു കോച്ചിനെ കണ്ടുപിടിക്കും, എന്നിട്ട് എനിക്ക് ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ചോദിക്കും. കാരണം പിന്നെ യു ആർ ഗെറ്റിംഗ് റിവാർഡഡ്, യുവർ കരിയർ ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദാറ്റ്, യു ആർ ഗെറ്റിംഗ് പെയ്ഡ് ഫോർ ദാറ്റ്. സോ യു ആർ ഓൺ ദ ലൈം ലൈറ്റ് ആൻഡ് യു ലൈക്ക് കരിയറും പേയ്മെൻറ്റും അവിടെ നിൽക്കട്ടെ. പക്ഷേ ഒരാൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് കുറേ ആളുകളുടെ മുന്നിൽ സെൽഫ് എസ്റ്റീമിന് ദോഷം വരിക എന്നുള്ളത്. സോ യു വിൽ പുട്ട് എവറിത്തിങ് ടു ബി യോർ സി ദാറ്റ്സ് ദ ഡിഫറൻസ്. സോ ആൻഡ് ദാറ്റ് ദേ ആർ വർക്കിംഗ്, ദാറ്റ്സ് ദെയർ ഫേസ്. അത് വെച്ചിട്ടാണ് ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു മൂവിയോ ഒരു ആർട്ടോ ലൈക്ക് പുറത്തേക്ക് പോകുന്നത്, അപ്രിഷ്യേറ്റ് ചെയ്യപ്പെടുന്നത്. സോ ദേ കാൺ ബി ലൈക്ക് ഹാഫ് കുക്ക്ഡ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. സോ ദേ ഗോ ഓൾ ഇൻ. അപ്പോൾ അവരൊരു പ്ലാൻ ഉണ്ടാവും, അവർ കുറേ കാര്യങ്ങൾ കട്ട് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ലൈക്ക് ലേറ്റ് നൈറ്റ്സ് ഉള്ള കാര്യങ്ങൾ കട്ട് ചെയ്യും, കുറേ അൺവാണ്ടഡ് മീറ്റിംഗ്സ് ആൻഡ് ഗ്യാതറിങ്സ് കട്ട് ചെയ്യും. ദെൻ അവർ കുറേ കൂടെ ഐസൊലേറ്റ് ചെയ്യും, അവർ 1-2 ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവും. ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇതാവും, അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. 60 ദിവസം കഴിയുമ്പോൾ നോക്കാം നല്ലതായിരിക്കും വിചാരിക്കുന്നത്. അതിനെ ഒരു 3-4 ക്വാർട്ടർ ആക്കും. 3 ക്വാർട്ടർ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 20 ഡേയ്സിൽ ഫസ്റ്റ് ചെക്ക്. ഓക്കെ, എൻ്റെ ടാർഗറ്റ് വെയിറ്റിലേക്ക് എത്തിയോ, ഇനി എന്താണ് ചെയ്യേണ്ടത്, എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യേണ്ടി വരും വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ട്രെയിനർ. ദെൻ 40th ഡേയിൽ ദെൻ ഇനി 20 ഡേയ്സ് ഉണ്ട്, ഇനി നമുക്ക് എങ്ങനെ ചെയ്ത് എത്രയും പെട്ടെന്നാക്കാം. സോ ഐ ഓൾവേസ് ടെൽ പീപ്പിൾ ടു ഓവർ ഡെലിവർ. എന്താണോ വേണ്ടത് അതിന് ലൈക്ക് ഓവർ ഡെലിവർ ഇൻ ദ സെൻസ് ലൈക്ക് അതൊരിക്കലും ഒരു മോശം രീതിയിലാവരുത്. ലൈക്ക് ഇഫ് ടോക്കിംഗ് അബൌട്ട് ദ സർവീസ്, ഐ എം ചാർജിങ് സം amount for the service. Say 100 rupees in the service ആണെങ്കിൽ I try to give that 1000 rupees value. Yeah. So when you are in a profession which demands fitness, try to give more to it. അതെപ്പോഴും അപ്രിഷ്യേറ്റ് ചെയ്യപ്പെടുകയുള്ളൂ. That shows lot of things. Like അതൊരു സൈലന്റ് മെസ്സേജ് ആണ്, സൈലന്റ് it's a statement. Yeah, we can call it as a statement. Megha don't need to say anything after 2 months. ഒരിക്കലും ഇപ്പോൾ ഡയറക്ടറോ ആക്ടറോ ആരെയും ഒന്നും മെസ്സേജ് ചെയ്യൊന്നും വേണ്ട. വെൻ യു സ്റ്റാൻഡ് ഓൺ ദ ഫ്ലോർ ആൻഡ് ദേ സീ യു ഇൻ ദിസ്, ഓ ദിസ് ഗേൾ, ഇറ്റ് ഷോസ് യുവർ ഡിസിപ്ലിൻ, ഇറ്റ് ഷോസ് യുവർ കൺസിസ്റ്റൻസി, ഇറ്റ് ഷോസ് യുവർ അക്കൗണ്ടബിലിറ്റി. എവറിത്തിങ് സ്പീക്സ് ഫോർ യു. യു ഡോണ്ട് നീഡ് ടു ഓപ്പൺ യുവർ മൗത്ത്. സോ അപ്പോൾ അതിന് അങ്ങനെ ഒരു വലിയൊരു പവർ ഉണ്ട്. ആൻഡ് യു വിൽ ഗെറ്റ് റെസ്പെക്റ്റഡ് ദർ, യു വിൽ ഗെറ്റ് റെസ്പെക്ട് ആൻഡ് മോർ ഡോർസ് വിൽ ഓപ്പൺ ഫോർ യു. So that is power of fitness, and it comes with discipline, consistency and a good mindset. Yes, absolutely. എനിക്കത് ഭയങ്കര ഒരു ഇൻസൈറ്റ്ഫുൾ ആണ്. ഇതാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതും ഞാൻ എൻ്റെ ക്ലയൻസിനോട് പറയാൻ നോക്കുന്നതും. അല്ലാതെ 10 rep of thisഉം 10 rep of squatഉം അതുണ്ട്, അതിൻ്റെ ഒരു ഇതാണ്. ബട്ട് ഓഫ് കോഴ്സ് വി ഹാവ് ടു മേക്ക് ദ ബേസ് സ്ട്രോങ്. ബേസ് എന്താണെന്ന് അവർ അറിഞ്ഞിരിക്കണം. ആ ബേസ്മെൻറ്റ് നമ്മൾ നന്നായിട്ട് ഫൗണ്ടേഷൻ നന്നായിട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് അവർക്ക് തനിയെ ബിൽഡ് ചെയ്യാം, എത്ര വേണേലും ബിൽഡ് ചെയ്യാം. ദേ വോണ്ട് ഷേക്ക്. അതല്ല നേരെ വന്നിട്ട് ഞാൻ പറയാം ഓക്കെ അവോക്കാഡോ സാലഡും ദെൻ 5 കിലോമീറ്റർ ഓട്ടവും ആൻഡ് കുറച്ച് നാൾ മധുരം കഴിക്കേണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഫെഡ് അപ്പ് ആഫ്റ്റർ സം ടൈം. ഇറ്റ് ഷുഡ് ബി സസ്റ്റൈനബിൾ. മനസ്സിലായില്ലേ? സോ ഐ ഹാവ് ടു മേക്ക് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വൈ വി ആർ ഡൂയിങ് ഇറ്റ്. What are we going to do and what's our plan? It's like ഞാനൊരു ട്രെയിനറിനെ ചൂസ് ചെയ്യുമ്പോൾ ആ ട്രെയിനറിനോട് പറയുന്നത് ഒരു ഇൻ്റർവ്യൂ ഉണ്ടെങ്കിലും അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇറ്റ്സ് ലൈക്ക് ഇമാജിൻ യുവർ മേഘയ്ക്ക് ഒരു വീട് വേണം ആൻഡ് ഐ ആം ആൻ ആർക്കിടെക്ട്. യു കം ടു മീ ആൻഡ് ലൈക്ക്
എനിക്കൊരു വീട് വേണം ഇന്ന സ്ഥലത്താണെന്ന് പറയുമ്പോൾ ഞാൻ പറയാം ഒരു 50 lakh താ, എൻ്റെ ഒരു 3 മാസം കഴിഞ്ഞിട്ട് വാ, ഞാൻ വീട് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഘ സമ്മതിക്കില്ല. യു ഷുഡ് നോ എത്ര ബെഡ്റൂം ഉണ്ട്, എന്നാണ് ഫൗണ്ടേഷൻ, എന്നാണ് അതിൻ്റെ ലൈക്ക് റൂഫിങ്, എന്തൊക്കെയാണ് അത് ചൂസ് ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കും, എവിടെയായിരിക്കും. Then the architect will provide a layout, then a blueprint, then a 3D, then every so that interaction is needed when a coach and client trust build ചെയ്യണം. Trust building is the most. I'm so happy ഇപ്പൊ എൻ്റെ ടീമാണെങ്കിലും എൻ്റെ ട്രെയിനേഴ്സ് ആണെങ്കിലും ഐ മീൻ ലൈക്ക് ദ ഹോൾ തിങ് ദേ ക്രിയേറ്റ് എ ഗുഡ് റാപ്പോ. സോ അതിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ട്രസ്റ്റ് ബിൽഡിങ്ങിൻ്റെ കാര്യം വരുമ്പോൾ ഒരു ഫിറ്റ്നസ് ട്രെയിനിങ് വരുന്നത് കുറച്ച് സ്റ്റേജസ് ഉണ്ട്. ഒന്ന് ഫസ്റ്റ് സ്റ്റേജ് ഇസ് കോൾഡ് റാപ്പോർട്ടേജ് സ്റ്റേജ്. ഇപ്പം നമ്മൾ തമ്മിൽ ഇന്ന് കാണുമ്പോൾ ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടത് റാപ്പോർട്ടേജ് ആണ്. ദാറ്റ് റാപ്പോർട്ടേജിൽ ഒരു ജനറൽ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചു എവിടെയാണ് എന്താണ് ചെയ്യുന്നത്. ദെൻ ദ നെക്സ്റ്റ് സ്റ്റേജ് ഇസ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജ്. അവർ സ്റ്റാർട്ട് ഇൻവെസ്റ്റിഗേറ്റ്. ഇതിന് മുന്നേ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടോ, കോളേജിലൊക്കെ എന്തെങ്കിലും സ്പോർട്ടിൽ ആക്റ്റീവ് ആയിരുന്നു, എപ്പോഴായിരിക്കും ഒരു ലോവസ്റ്റ്, എപ്പോഴായിരിക്കും മേഘ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫിസിക്കലായിരുന്നത്, എന്തെങ്കിലും ഹെൽത്ത് ഹിസ്റ്ററി ഉണ്ടോ. ദാറ്റ് ഈസ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജ്. ദാറ്റ് ഐ ഇൻവെസ്റ്റിഗേറ്റ്. ദെൻ പ്ലാനിങ് സ്റ്റേജ്. പ്ലാനിങ് സ്റ്റേജിൽ ഞാൻ മേഘനെ ഇൻവോൾവ് ചെയ്യും. മേഘ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമുക്ക് വർക്കൗട്ട് ചെയ്യാമെന്നാണ്. അപ്പോൾ മേഘയുടെ റുട്ടീനായിട്ട് മാച്ച് ആവും. അതല്ല ഈവനിങ് ആണ് പ്രിഫർ ചെയ്യണമെങ്കിൽ നമുക്ക് ആ രീതിയിലും ചെയ്യാം. അപ്പോൾ മേഘ പറയില്ല എനിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യണത് ഭയങ്കര ഏർലിയാണ്, അതുകൊണ്ട് നമുക്ക് ഈവനിങ് ആക്കാം. അല്ലെങ്കിൽ പറയാം എൻ്റെ വർക്ക് തീരുമ്പോൾ ഒത്തിരി ഞാൻ ടയർഡാവും, നമുക്ക് രാവിലെ തന്നെ ആക്കാം. സോ ദാറ്റ്സ് ദ പ്ലാനിങ് സ്റ്റേജ്. Then the action stage. Action stage, we are on the floor and we are start working. So the rapportage is important. The investigation is important. ഈ രണ്ടിലും നമ്മൾ ഒരു ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യും. യു ഷുഡ് ട്രസ്റ്റ്. ഇതിനകത്തൊരു സർവീസ് ആണ്, നമ്മളൊരു എക്സ്ചേഞ്ച് ഇല്ല. യു ആർ പേയിങ് സം എമൗണ്ട് ഫോർ എ സെഷൻ. ഐ എം നോട്ട് ഗിവിങ് യു സംതിങ്. ഇന്ന് 1/2 കിലോ കുറച്ച്, അങ്ങനെയൊന്നുമില്ല. യു ആർ ലൈക്ക് ഞാനും ആത്മാർത്ഥമായിട്ട് വിചാരിക്കുകയാണ് മേഘയ്ക്ക് ഇതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടാവണം. ആൻഡ് യു ആർ ഓൾസോ ട്രസ്റ്റിങ് യുവർ കോച്ച് ദാറ്റ് ഞാനിത് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എൻ്റെ ലൈഫിലും എൻ്റെ ബോഡിയിലും വ്യത്യാസം വരാൻ ചാൻസസ് ഉണ്ട്. അത് വർക്കായില്ലെങ്കിൽ ഇറ്റ് വോണ്ട് വർക്ക്. അതിപ്പോൾ അർണോൾഡ് വന്നാലും വർക്കാവില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. That is true. അപ്പം മൈൻഡ് വേണം. ലൈക്ക് ആക്ഷൻ, ഞാൻ വേറൊരു വീഡിയോ കണ്ട, ആക്ഷൻ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. യു ക്യാൻ ടോക്ക് ലൈക്ക് യു നോ ലാസ്റ്റ് ടൈം യു ക്യാൻ ടോക്ക് ലൈക്ക് നാട്ടിലുള്ള എല്ലാ കാര്യങ്ങളും പറയാം, ഇന്നതുപോലെ ചെയ്യാം, പപ്പായ ജ്യൂസ് കുടിക്കാന്ന് പറയാം. ബട്ട് സി ആക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സ്മോൾ ആക്ഷൻ എടുക്കാൻ വരെ ഇപ്പോൾ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾക്ക്. ഇപ്പോൾ ചില പോയിന്റിൽ ഞാൻ ചില ആൾക്കാരോട് അവർ സീരിയസ് അല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു കാര്യം ചെയ്യും, ഒരു 2 കിലോമീറ്റർ എല്ലാ ദിവസവും രാവിലെ നടന്നിട്ട് എന്നെ ഒന്ന് പറയാം, ഒരു 10 ദിവസം ആകുമ്പോഴത്തേക്ക് നമുക്ക് വർക്കൗട്ടിനെ കുറിച്ച് ഒരു പ്ലാനിങ്ങിലേക്ക് എത്താം. ഐ വിൽ ചെക്ക് ദാറ്റ് പേഴ്സൺ, ഈസ് ദാറ്റ് പേഴ്സൺ റിയലി വോണ്ട്. അല്ലെങ്കിൽ ഐ ആം ഓൾസോ ഇൻവെസ്റ്റിംഗ് മൈ ടൈം. I don't want to invest on a wrong place. But at the same time, I will try to like അവരെ കൊണ്ടുവരാനുള്ള ശ്രമവും ഞാൻ നടത്തും. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഏർജ് വേണം. ലൈക്ക് എന്തുകൊണ്ടാണ്, അല്ലാതെ നാളെ എന്താ പറയുക ബസ്സിലിരുന്നപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു എന്താ മോനെ തടി വെച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ വർക്കൗട്ട് ചെയ്യാം, അതല്ല. യു ഷുഡ് ഫീൽ ലൈക്ക് യുനോ യെസ് എനിക്കിത് വേണം, എൻ്റെ പേഴ്സണൽ ലൈഫിനെ ഇത് ബാധിക്കുന്നുണ്ട്, എൻ്റെ ഉറക്കത്തിനെ ബാധിക്കുന്നുണ്ട്, ഐ ഡോണ്ട് ഫീൽ ഗുഡ്, എനിക്ക് എനർജി ഇല്ല, എനിക്ക് മുന്നോട്ട്. സോ നമ്മളിപ്പോൾ ഇതിന് മുന്നേ തുടങ്ങിയ ഐ മീൻ ഈ ഒരു പോഡ്കാസ്റ്റിന് മുന്നേ നമ്മൾ സംസാരിച്ച കാര്യമാണ് എല്ലാ പ്രൊഫഷൻ്റെയും എല്ലാ കാര്യത്തിൻ്റെയും പ്രൈം മൂവറാണ് ഹെൽത്ത്. നല്ലൊരു മെൻ്റൽ ഹെൽത്തും നല്ലൊരു ഫിസിക്കൽ ഹെൽത്തും ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും ഔട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ഈവൻ ദോ നിങ്ങൾ ചെയ്യുന്ന ക്രാഫ്റ്റിൽ എത്ര തന്നെ സ്കിൽഫുൾ ആണെങ്കിലും യു ആർ സിക്ക്, യുവർ ഹെൽത്ത് ഈസ് നോട്ട് സപ്പോർട്ടിങ് യു, ദാറ്റ് സ്കിൽ യുനോ അത് നമുക്ക് മാക്സിമം പുൾ ഔട്ട് ചെയ്യാൻ പറ്റില്ല. സോ മോസ്റ്റ് ഓഫ് ദ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ലൈക്ക് എനി പേഴ്സണാലിറ്റീസ് ദേ ഫെയിൽ ടു യുനോ അവർക്ക് കറക്റ്റ് നോളജ് ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യാത്തതുകൊണ്ടോ മറ്റേ ഫിറ്റ്നസ്സിൽ അവർ ദേ വിൽ ലൈക്ക് യുനോ അവർ ഔട്ട്ഡേറ്റഡ് അല്ല, എന്താ പറയുക, അവർ ഫീൽഡ് ഔട്ട് ആയി പോവുകയും അവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരുന്നതുകൊണ്ട് അവർ മനസ്സിലായില്ലേ. അപ്പൊ അവരുടെ എനിക്ക് തോന്നുന്നു അവരുടെ പൊട്ടൻഷ്യല് അനുസരിച്ച് അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തത് ഒരുപക്ഷെ അവരുടെ ഫിറ്റ്നസ് സീരിയസ് ആയിട്ട് എടുക്കാത്തത് കൊണ്ടാവാം. അതെ ഞാൻ ഇപ്പൊ വായിക്കുന്ന ബുക്ക് വായിക്കുന്ന ഒരാളാണെങ്കിൽ വായിക്കുന്ന ബുക്കാണെങ്കിലും വേൾഡ് ലീഡേഴ്സ് ആണെങ്കിലും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും എവ്രി വൺ ഹാസ് എ മോർണിംഗ് റൂട്ടീൻ. അതിൽ മോർണിംഗ് റൂട്ടീനിൽ ഒരു കാര്യം ഫിറ്റ്നസ്സാണ്. ജിമ്മിൽ പോകണമെന്നല്ല ഞാൻ പറഞ്ഞു. സം പീപ്പിൾ ഡു യോഗ. ബരാക് ഒബാമ, നരേന്ദ്രമോദി, like Conor McGregor, whoever you, Mark Zuckerberg, Elon Musk, Warren Buffett, everyone has
റുട്ടീൻ ലൈക്ക് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഇപ്പോൾ പൃഥ്വിരാജ് സാർ തൊട്ട് ടൊവിനോ, ലാൽ സാർ, എല്ലാവരും. ഇപ്പോൾ ലാൽ സാർ ആണെങ്കിൽ റീസെൻ്റ്ലി ട്രെയിനിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം. സോ ദാറ്റ്സ് എ ഡിഫറെൻറ്റ് സ്റ്റോറി. സോ അത് എല്ലാവർക്കും ഒരു റുട്ടീൻ ഉണ്ട്. ദേ നോ ഹൗ ഇമ്പോർട്ടൻറ്റ് ഇറ്റ് ഈസ്. Absolutely. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ നേരത്തെ ചോദിക്കാൻ വിട്ടുപോയ ഒരു ക്വസ്റ്റ്യൻ. ലിഫ്റ്റ് വിത്ത് അജിത് എന്നാണല്ലോ അതെ അതെ. ഇതിന്റെ പേര്. സോ വൈ ദാറ്റ് നെയിം? അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ലിഫ്റ്റിങ്ങിന്റെ പുറകിലുള്ള കുറച്ച് ടാബൂസ് ഇല്ലേ? ലൈക്ക് ഞാൻ ഇപ്പൊ നേരത്തെ when I'm visiting your profile, എനിക്കിത് കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നത്, പലരും അവിടെ വർക്ക്ഔട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ബോർഡ് വെച്ചിട്ട് seen you put like score board പോലെ ഹെൽതി കോമ്പറ്റീഷൻ ആയിട്ട്. സോ പക്ഷെ പലരും ഈ ലിഫ്റ്റ് ചെയ്യാൻ ഇപ്പൊ എൻ്റെ അടുത്ത് ഇപ്പൊ റീസെന്റ് രശ്മിക മന്ദാനയുടെ ഒരു വീഡിയോ ദാറ്റ് ഷീ അറ്റൻഡഡ് സം ഇവന്റ്. അയ്യോ ജിമ്മത്തിയായി കണ്ടില്ലേ, ബട്ട് ഷീ ലുക്സ് വെരി, her body fat percentage would be 0. Like she's very fit. She's very fit, and I see her videos like and Samantha recently sick ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. But then she never stops pushing herself when I see her lifting. അപ്പോൾ ഈ misconception behind a woman lifting weights is still there. അപ്പം this name, and what do you have to say about that? Exactly. Lift, ഞാനിപ്പോൾ ഇതിനൊരു പേര് വേണം. അപ്പൊ ലിഫ്റ്റ് എന്ന് ഉദ്ദേശിച്ചത് ലിഫ്റ്റിംഗ് അപ്പ് ലൈഫ്സ്, ലൈക്ക് ലിഫ്റ്റ് അപ്പ് എന്നുള്ള ഒരു സംഭവമാണ്. ആൻഡ് ദ ഫിസിക്കൽ ലിഫ്റ്റിംഗ് ഈസ് ദർ. സോ മൈ ഫൗണ്ടേഷൻ ഈസ് ഓൺ സ്ട്രെങ്ത് ട്രെയിനിങ്. ഞാൻ അതിലാണ് കൂടുതൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതും ഫോക്കസ് ചെയ്യുന്നതും. ആൻഡ് അതർ പാർട്ട് ഓഫ് ഫിറ്റ്നസ് ഓൾസോ ഐ എം ട്രൈങ്. കലസ്തനിക്സ് ആണെങ്കിലും ബോക്സിംഗ് ആണെങ്കിലും ഐ ഡു. ബട്ട് ദിസ് ഈസ് ഐ ഫെൽ ലൈക്ക് ഐ എം സ്ട്രോങ് അറ്റ് ആൻഡ് ദിസ് ഐ എൻജോയ് എ ലോട്ട്. ആൻഡ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രൈം മൂവേഴ്സ് ഉണ്ട്, അതായത് നമ്മുടെ ബോഡിയിൽ. സോ സ്കെൽറ്റൽ മസിൽസ് എന്ന് പറയും, അതിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. സോ ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം ഗ്രാബ് ചെയ്തെടുക്കണമെങ്കിൽ മസിൽസ് വർക്ക്സ്, യുനോ, ഈ കോൺട്രാക്ഷൻ ഉണ്ടായിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പീരീഡ് ഓഫ് ലൈഫിൽ നമ്മുടെ മസിൽസ് എന്താ പറയുക, നമ്മുടെ യങ് പീരീഡിൽ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹോർമോൺസ് നമ്മുടെ മസിൽ ബിൽഡിങ്ങിനെ ഹെൽപ്പ് ചെയ്യും. മസിൽ ബിൽഡിങ് മാത്രമല്ല, നമ്മുടെ ഹെയർ, ലൈക്ക് യുനോ, ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ കുറച്ച് സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, ലിഫ്റ്റിൻ്റെ അത് മനസ്സിലായല്ലോ. സെക്കൻഡ് തിങ് ഇസ് ലൈക്ക് വൈ ലിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവ്രി വൺ ഷുഡ് ഡു സം കൈൻഡ് ഓഫ് റെസിസ്റ്റൻസ് ട്രെയിനിങ്. റെസിസ്റ്റൻസ് ട്രെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യുവർ മസിൽസ് നീഡ് എ റെസിസ്റ്റൻസ്, സോ ദാറ്റ് വിൽ ബിൽഡ് മസിൽ. സോ മസിൽ ബിൽഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വളരെ ബേസിക് ആയിട്ട് പറയാം എന്താണ് സംഭവിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഒരു ദിവസം ജിമ്മിൽ പോയി ഒരു 1 hour വർക്ക് ചെയ്യുമ്പോൾ നടക്കുന്നത് കാറ്റബോളിസം എന്നാണ്. അത് എന്ന് വെച്ചാൽ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് മസിൽസ്. നമ്മുടെ മസിൽ ഫൈബേഴ്സ് മൈക്രോ ടയേഴ്സ് ഉണ്ടാവും. ഓക്കെ, ദാറ്റ്സ് വാട്ട് ഹാപ്പനിങ് ഇൻ 1 hour. സോ എല്ലാവരും വിചാരിക്കും അവിടെ വെച്ച് മസിൽ ബിൽഡ് ചെയ്യാൻ, അല്ല, ബ്രേക്ക് ഡൗൺ ആണ് ഉണ്ടാകുന്നത്. ആൻഡ് നെക്സ്റ്റ് 23 hours to 48 hours ഒരു അനബോളിക് പീരീഡ് ആണ്. ദാറ്റ് മസിൽ വിൽ ബിൽഡ് അപ്പ്. അത് ലൈക്ക് ദാറ്റ് വിൽ റിപ്പയർ, നമ്മുടെ ബോഡി വിൽ റിപ്പയർ ദാറ്റ് മസിൽ. സോ ബ്രേക്കിംഗ് ഡൗൺ ഇൻ 1 hour, നെക്സ്റ്റ് 23 to 48 hours ബിൽഡിംഗ് അപ്പ് ആവും. അതിന് വേണ്ടിയിട്ട് ബോഡിയിൽ നിന്ന് തന്നെയാണ് എനർജി യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ ആഫ്റ്റർ ബേൺ, ദാറ്റ്സ് ദ കാലറി ബേൺ. സോ വർക്കൗട്ട് ചെയ്യുമ്പോഴും കാലറി ബേൺ ഉണ്ട്, അതിന് കഴിഞ്ഞിട്ടും കാലറി ബേൺ ഉണ്ട്. അതിന് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന ന്യൂട്രിയൻസ് ആണ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് മസിൽ എന്ന് പറയുന്നത് പ്രോട്ടീനാണ്. നമ്മുടെ മസിൽസ് പ്രോട്ടീൻ ബ്ലോക്സ് ആണ്, പ്രോട്ടീൻ വെച്ചിട്ടാണ് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബോഡി ഇതിന് റിപ്പയർ ചെയ്യണമെങ്കിൽ പ്രോട്ടീൻ വേണം. സോ നമ്മൾ ഇപ്പോൾ മേഘയുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മേഘ വന്നു കുറച്ച് വെയിറ്റ് ലിഫ്റ്റ് ചെയ്തു, സേ 10 kg ലിഫ്റ്റ് ചെയ്തു, ബ്രേക്ക് ഡൗൺ ഉണ്ടാക്കി. അപ്പോൾ 10 kg ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഇത്ര എമൗണ്ട് ഓഫ് ബ്രേക്ക് ഡൗൺ ഉണ്ടായെന്ന് വിചാരിക്കാം. നെക്സ്റ്റ് ഡേ വന്നു അടുത്ത വർക്കൗട്ട് ചെയ്തു, ആൻഡ് യു ഡു 3 sessions like with 10 kg, യുവർ ബ്രെയിൻ ആൻഡ് യുവർ ബോഡി വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് മേഘ വരും 10 kg ലിഫ്റ്റ് ചെയ്യും, അപ്പോൾ ഇത്രയും ഞാൻ ബ്രേക്ക് ഡൗൺ ഉണ്ടാക്കും ഈ മസിൽ. വൈ ഐ കാൺ മേക്ക് ഇറ്റ് മോർ, എ ലിറ്റിൽ മോർ, ലൈക്ക് എന്താണോ ബ്രേക്ക് ഡൗൺ ആവുന്നത് അത് ഓൾറെഡി ഉണ്ടെങ്കിൽ മനസ്സിലായില്ല, അത് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ദാറ്റ് ഈസ് കോൾഡ് മസിൽ ബിൽഡിംഗ്. അപ്പോൾ നാളെ 10 kg ലിഫ്റ്റ് ചെയ്യുന്ന മേഘക്ക് 15 kg ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ബിക്കോസ് ഓൾറെഡി ബ്രേക്ക് ഡൗൺ ആവുന്ന മസിൽ കൂടെ ബോഡി ബിൽഡ് ചെയ്തു. ദാറ്റ്സ് വേർ പ്രോഗ്രസീവ് ഓവർലോഡിങ് ഹാപ്പൻസ്. ദാറ്റ്സ് വേർ കൺസിസ്റ്റൻസി. കാരണം ഇന്ന് വന്ന് 10 കിലോ പോക്കി പിന്നെ 10 വർഷം അല്ല 10 മാസം അല്ലെ 15 കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും വർക്കൗട്ട് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഇറ്റ് വോണ്ട് വർക്ക്.
ദ ബോഡി ഹാസ് ടു ബി ഇൻ ദാറ്റ് റെപ്പറ്റീഷൻ. അപ്പോൾ ആ ഒരു പ്രോഗ്രസീവായിട്ട് കാര്യങ്ങൾ ചെയ്യണം. സോ ഗോയിങ് ഫോർവേഡ് നമുക്കൊരു നമുക്കൊരു ഏജിൻ്റെ സൈക്കിൾ ഉണ്ടല്ലോ. നമ്മുടെ ഒരു പീക്ക് പീരീഡ് ഉണ്ട്, ഒരു 20. എനിക്കറിയില്ല അതൊരു കറക്റ്റ് നമ്പറായിട്ട്. കാരണം ഇപ്പോൾ people will say that the 40s is new 18, something like that. It's all the mindset. But നമ്മുടെ ഒരു ബയോളജിക്കലി we have a progress curve. ഒരു 30s ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ഒരു ഹോർമോണൽ പ്രൊഡക്ഷനൊക്കെ ഒരു പ്ലാറ്റോ ഒക്കെ എത്തും. then there is a declination വരും നമ്മുടെ ഹോർമോണൽ പ്രൊഡക്ഷനിൽ, ഗ്രോത്ത് ഹോർമോൺസിനെല്ലാം. സോ നമ്മൾ വർക്കൗട്ട് ചെയ്ത് നമ്മൾ ഈ പറഞ്ഞ മസിൽ ബ്രേക്ക് ഡൗൺ ഉണ്ടായിട്ട് ഇതിനെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ ഗ്രോത്ത് ഹോർമോൺസ് ഉണ്ട്. നമുക്ക് നല്ല ഡീപ്പ് സ്ലീപ്പ് കിട്ടുമ്പോൾ ഉറങ്ങുമ്പോഴും ഒക്കെയാണ് അത് റിലീസ് ചെയ്യുന്നത്. അതാണ് വീണ്ടും അതിനെ റീബിൽഡ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രൊഡക്ഷനൊക്കെ കുറയും. സോ നമുക്ക് ഇപ്പോൾ വർക്കൗട്ട് ചെയ്യണ ഇറ്റ്സ് ലൈക്ക് എ ബാങ്ക്, ഇറ്റ്സ് ലൈക്ക് എ ഫിക്സഡ് ഡെപ്പോസിറ്റ് ദാറ്റ് യു വാണ്ട് ടു യൂസ് ഇറ്റ് ഇൻ യുവർ ലൈക്ക് ദ ഗോൾ ഈസ് നോട്ട് ബിൽഡിങ് മസിൽ ലൈക്ക് എന്താ പറയുക ഭയങ്കര 6 pack ആയിട്ട് നിൽക്കുന്നതല്ല. ദ ഗോൾ വിൽ ബി നിങ്ങളുടെ ഒരു 60s-ലും 70s-ലും ബാത്റൂമിൽ നിന്ന് തന്നെ എഴുന്നേൽക്കുക. ഗോൾ വിൽ ബി നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ട്രക്ക് ചെയ്യുക. ഗോൾ വിൽ ബി ഗെറ്റിംഗ് അപ്പ് ഫ്രം ദ ബെഡ് വിത്തൗട്ട് എനി അസിസ്റ്റൻസ്. ഒരാളുടെ സഹായമില്ലാതെ നിങ്ങൾക്ക് മൂവ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. അതിനു വേണ്ടി മസിൽ വേണം. കാരണം കുറേ കഴിയുമ്പോൾ ഈ മസിൽസ് ഇങ്ങനെ ഡീജനറേഷൻ വന്നു തുടങ്ങും. അപ്പോൾ നമ്മുടെ മസിൽ ഓൾറെഡി നമ്മുടെ ബോഡിയിൽ ഇല്ലെങ്കിൽ നമ്മുടെ ബോൺ മാരോ എന്നൊക്കെ എടുക്കും. അതാണ് ഓസ്റ്റിയോപോറോസിസ് എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രിട്ടിൽ ബോണായിട്ട് ആളുകൾക്ക് പെട്ടെന്ന് പ്രായമാകുമ്പോഴത്തേക്കൊക്കെ ബോണോ പൊട്ടുകയും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ ദാറ്റ് ഡെപ്പോസിറ്റ് ഹാസ് ടു ബി ലൈക്ക് വി ഷുഡ് വർക്ക് ഓൺ ഇറ്റ് ആൻഡ് ദാറ്റ് ഷുഡ് ബി ലൈക്ക് ഡൺ റൈറ്റ് നൗ. അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ടു ലേറ്റ് ഫോർ ദാറ്റ്. ഒരു ലൈഫ് ലോങ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഗൈസ്, പ്ലീസ് ദാറ്റ്സ് വാട്ട് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്. ആൻഡ് അതർ തിങ്, നമ്മുടെ ജോയിൻസിനെല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്ന കുറേ മസിൽ ഗ്രൂപ്പുകളുണ്ട്. അതിൻ്റെ ഇൻസേർഷനും ഒറിജിനും എല്ലാം ഓരോ ജോയിന്റുകളിൽ നിന്നൊക്കെയാണ് വരുന്നത്. സോ നമ്മുടെ ജോയിന്റിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന മസിൽ, അപ്പോൾ അവിടെ അത്രയും മസിൽ ഡെപ്പോസിഷൻ ഇല്ലെങ്കിൽ ആ ഏരിയ ഡയറക്റ്റ് ഇമ്പാക്റ്റഡ് ആവും. സോ യു വിൽ ഹാവ് സ്റ്റാർട്ടഡ് ഹാവിങ് പെയിൻ ഓൺ ദാറ്റ് പെർട്ടിക്കുലർ ഏരിയ. സോ ദെൻ അതിൻ്റെ കണ്ടീഷനിങ്, നമ്മുടെ വേറൊരു മൂവ്മെൻറ്റ് ഞാൻ ഈ ഇടയ്ക്ക് ചെയ്തൊരു 2 days ബാക്ക് ഞാനും എൻ്റെ അനിയനും കൂടെ എൻ്റെ അച്ഛനൊരു കാറ് വാങ്ങിക്കൊടുത്തു. ചെറിയൊരു കാറ് അദ്ദേഹത്തിന് ഓടിക്കാൻ വേണ്ടി. അതിൻ്റെ പുറകിൽ ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂവിങ് ഫോർവേഡ് ദേ നീഡ് മോർ ഹാൻഡ് ഐ കോർഡിനേഷൻ. അതായിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ നൗ ഹീ ഈസ് ലേണിങ് ബിക്കോസ് ഹീ പണ്ടെപ്പോഴോ ഓടിച്ചിട്ടുണ്ട്, ഇപ്പോൾ അറിയില്ല. ദാറ്റ് മേക്സ് ഹിസ് ബ്രെയിൻ സ്റ്റാർട്ട് വർക്കിംഗ് അഗെയിൻ. മസിൽ മെമ്മറി വർക്ക് ചെയ്ത് തുടങ്ങും. അപ്പോൾ പുള്ളി പിന്നെ കുറെ കൂടെ വിജിലൻ്റ് ആവും. ദെൻ ഇറ്റ്സ് എ മാനുവൽ കാർ. സോ ഒരു മാരുതിയുടെ ഒരു പഴയൊരു കാറാണ്. So he will start moving, his hand-eye coordination should be there. So that is very important. Like in എത്ര മസ്കുലർ ആയിട്ടിരിക്കുന്ന ആളാണെങ്കിലും when you fail in that, you don't get maximum benefit of your fitness. So coming back to what you asked, so that is ആ ഒരു റെസിസ്റ്റൻസ് ട്രെയിനിങ്ങിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. കുറേ കാര്യങ്ങൾ, നമ്മുടെ മെറ്റബോളിസം, നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ്, നമ്മൾ ലിഫ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും കുറേ ഡോപ്പമൈനും എൻഡോർഫിനൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ ജിം ഈസ് ദ പ്ലേസ് വെർ യു കെ നോട്ട് ട്വീക്ക്. എന്താ പറയുക, നിങ്ങൾ എന്തിനെങ്കിലും സ്ട്രോങ് അല്ലെങ്കിൽ ലൈക്ക് ഇറ്റ് വോണ്ട് ലൈക്ക് കുഴപ്പമില്ല സാരില്ല എന്നൊന്നും ഒരു ജിമ്മിൽ പറയാം. ഐ മീൻ ഇഫ് യു കാൺ ലിഫ്റ്റ് 20 kg ഇറ്റ് മീൻസ് ദാറ്റ് യു ഡോണ്ട് ഹാവ് ഇനഫ് സ്ട്രെങ്ത് ടു ലിഫ്റ്റ് 20 kg. ദാറ്റ് ഈസ് വെരി എവിഡൻറ്റ്. മനസ്സിലായോ? അതിനകത്ത് വേറെ ഒരു ക്വസ്റ്റ്യൻ കാര്യങ്ങളൊന്നുമില്ല. ദാറ്റ് വെൻ യു ഫെയിൽ ടു ലിഫ്റ്റ് സംതിങ് യു ഫെയിൽഡ്, യു ഷുഡ് അഡ്മിറ്റ് ദാറ്റ്. സോ നമുക്ക് കുഞ്ഞ് വിന്നുകളും കുഞ്ഞ് ഫെയിൽ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് സമാധാനിപ്പിക്കാനും പറ്റില്ല. കുഞ്ഞു വിന്നുകളും കുഞ്ഞു ഫെയിലിയറുകളും വരുന്നതും അങ്ങനെയാണ്. പിന്നെ ക്യാരക്ടർ ബിൽഡിങ്. സോ ഇമാജിൻ ഇന്നിപ്പോൾ പോഡ്കാസ്റ്റ് ഞാൻ ചിലപ്പോൾ നേരെ വർക്കൗട്ട് ചെയ്യാൻ പോകും. വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും ഐ എം പ്ലാനിങ് ടു ഡു എ 10 bench press എന്ന് വിചാരിക്കാം. ഓഫ് ദ വേ പോകുന്നു, ഞാൻ കുറച്ച് ടയർഡാണ്, ലഞ്ച് കഴിച്ചിട്ടില്ല, രാവിലെ കുറേ സെഷൻസ് ഉണ്ട്, ഇതെല്ലാം വരും. അപ്പോൾ ഞാൻ പറയും 6 ചെയ്യാം, എന്നിട്ട് അടുത്തതിൽ 6 കൂടെ ചെയ്തിട്ട് 12 ആക്കിയിട്ട് പിന്നെ അടുത്ത്, ഇതെല്ലാം വരും. സ്പ്ലിറ്റ് സെക്കൻഡിൽ ഡിസിഷൻ മേക്ക് ചെയ്യും ഞാൻ അപ്പം 10 ചെയ്ത് കഴിഞ്ഞാൽ ദ ഡേ വിൽ ബി ഡിഫറെൻറ്റ്. എനിക്ക് ഫീൽ ചെയ്തേക്കുന്ന കാര്യമാണ് കേട്ടോ. ലൈക്ക് ഇതൊരു ക്യാരക്ടർ ബിൽഡിങ്ങിൻ്റെയാണ്. ദെൻ ഞാനൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ അത് കംപ്ലീറ്റ് ചെയ്യും. ഞാൻ എന്തെങ്കിലും അറ്റംപ്റ്റ് ചെയ്ത് ഞാൻ കംപ്ലീറ്റ് ചെയ്യും. അല്ല ഞാൻ 6 or 5 നിർത്തിയിട്ട് ഞാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ ആ പാറ്റേൺ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അത് അവിടെ വെച്ചിട്ട് പോകും. അതിൻ്റെ 80%. So so what you learn in gym is like a small split second decision making. പിന്നെ എന്താ പറയുക, you push yourself, you talk to yourself, because there is no, it's you inside your head working. അതൊരു വലിയൊരു ഫാക്ടറാണ്.
പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ചീറ്റ് ചെയ്യാനോ കാര്യങ്ങളോ പറ്റത്തില്ല. അത് വേറൊരാൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല നമ്മളെ. പിന്നെ ആമസോണിൽ നിന്ന് ഡെലിവർ ചെയ്ത് കിട്ടുന്ന ഒരു സാധനമല്ല ഈ ഒരു ക്വാളിറ്റി ആൻഡ് ദ സ്കിൽ സെറ്റ്. മോട്ടിവേഷൻ അതെ അതെ. അതുമല്ല, വേറെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഈ കുറച്ച് നാളുകളായിട്ട് ഞാൻ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ദ വേൾഡ് ഈസ് സോ ഫാസ്റ്റ്. എവറിത്തിങ് ഇപ്പോൾ എയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിൻ്റെ ഒരു phase 1 സ്റ്റേജ് ആണ്. എവറിത്തിങ് ഈസ് ഫാസ്റ്റ്. യു നീഡ് എ കണ്ടന്റ്, യു വിൽ ഗെറ്റ് ഫാസ്റ്റ്. യു നീഡ് some information, you will get one. You need food, order in Swiggy. You need something, get it. എല്ലാം ഇൻസ്റ്റൻ്റാണ്. ബട്ട് പണ്ട് തൊട്ടേ ഉള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ ഫിറ്റ്നസ്സും പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു മാറ്റം വന്നില്ല. സോ പീപ്പിൾ ആർ ലൈക്ക്, എന്താണിത് എനിക്ക് വരാത്തത്? അതിന് ഇതുവരെ ഒരു മാറ്റം വന്നിട്ടില്ല. ഐ മീൻ, അയ്യോ ഇതെന്താ വരാത്തത്, ഞാനിപ്പോൾ 3 ദിവസമായിട്ട് ജിമ്മിൽ പോയിട്ട് ഒരു വ്യത്യാസം ഇല്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് ആക്സെപ്റ്റബിൾ. കാരണം അല്ല, അത് പണ്ടത്തെ പേസ് തന്നെയാണ് ഇപ്പോഴും. അത് ആ കണ്ടിന്യൂസ് ആയിട്ട് 3 ദിവസത്തിലൊന്നും ഡെലിവർ ചെയ്യാൻ നമ്മളല്ലേ അങ്ങനെ ഇവോൾവ് ചെയ്തിട്ടില്ല. അപ്പോൾ യു ഷുഡ് വർക്ക് ഔട്ട് ആൻഡ് യു കാൺ ഗെറ്റ് ഡിപ്രസ്ഡ് ഓർ യു കാൺ ഗെറ്റ് സാഡ് ബിക്കോസ് you went to Decathlon, bought something and you start shopping at gym for 3 days and you need a result instant. It won't work like that. അതിന്റെ ഫണ്ടമെന്റൽ സെറ്റ് ചെയ്യാൻ തന്നെ ഒരു 3 to 4 weeks വേണം. Then you start working. Then ഒരു 6 to 8 weeksലായിരിക്കും ഫസ്റ്റ് സൈൻ ഓഫ് എന്തെങ്കിലും കണ്ടു തുടങ്ങുന്നത്. അപ്പോൾ ആ ഇൻസ്റ്റന്റ് റിസൾട്ട് എന്ന് പറയുന്ന സംഭവം, അതുകൊണ്ട് എന്താ അത് സെല് ചെയ്യുന്ന കുറെ ആളുകളുണ്ട്. ഒരു മാസത്തിൽ 10 കിലോ അതൊക്കെ ഉണ്ട്. ഞാൻ അതാണ് ലൈക്ക് ഭയങ്കര ഫാറ്റ് ഡയറ്റ്സും ഫുഡിലേക്ക് ഞാൻ വരാട്ടോ. അതിന് മുന്നേ ഞാനകത്ത് ഒരു കാര്യമാണ്, വുമൺ ലിഫ്റ്റിന്റെ അത് ഒരു ഭയങ്കര വലിയൊരു ടാബാണ്. വുമൺ ലിഫ്റ്റ് ചെയ്യണം എന്നാണ് എല്ലാ സ്റ്റഡീസും ഇതുവരെ പറയുന്നത്. സോ ബിക്കോസ് അവരുടെ ഒരു ഇതുണ്ട്, മെൻ്റെ പോലെ ഭയങ്കര മസ്കുലർ ആകുമോ അങ്ങനെയുള്ള ഒരു സംഭവമുണ്ട്. സോ തിങ് ഈസ്, മെന്നിനുള്ളത് ടെസ്റ്റോസ്റ്ററോൺ ആണ്, the women have estrogen. So avarku, even though they try so hard also, they can't bulk up their muscles without if you are like ready to take testosterone supplementation. Allade avarku bulk, they will produce lean muscles. Their body is designed in such a way that, so women lifting is really really important. For more than men, they should incorporate in their daily habits lifting. Why is that? Like അവർക്കാണ് ഈ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ടെസ്റ്റോസ്റ്ററോൺ ഇല്ലാത്തതല്ല, വളരെ കുറവാണ് അതിൻ്റെ അളവെന്ന് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ടും ദേ ഹാവ് ദിസ് ഓസ്റ്റിയോപോറോസിസ് സിറ്റുവേഷൻ വെരി ഹൈ. ദ ബോഡി വിൽ സ്റ്റാർട്ടഡ് ടേക്കിംഗ് പ്രോട്ടീൻ ഫ്രം ദെയർ എക്സിസ്റ്റിംഗ് മസിൽ ഗ്രൂപ്പ്, ദേ വിൽ ഗെറ്റ് വീക്ക്. ദെൻ അവരുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ദെൻ നമ്മുടെ മെറ്റബോളിസം ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു ദ മസിൽ മാസ് യു ഹാവ്. സോ അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഈ വുമൺ ഫിറ്റ്നസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കുന്നുണ്ട്. ആൻഡ് യുനോ ഇപ്പോൾ വുമൺ ആണെങ്കിലും, ഇപ്പോൾ കുറേ പേരാണെങ്കിലും കുറേ ചെയർ ബൗണ്ടഡ് വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്, മെൻ വുമൺ എവറി വൺ. അപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഡോണ്ട് ഹാവ് ഇനഫ് ആക്ടിവിറ്റി ത്രൂ ഔട്ട് ദെയർ ഡേ, മനസ്സിലായല്ലേ? സോ ദേ നീഡ് ടു ഇൻകോപ്പറേറ്റ് സം ആക്ടിവിറ്റി ഇൻ ദാറ്റ്. സോ ഇപ്പോൾ അവർ പറയും ഞാൻ ഡാൻസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഓടുന്നുണ്ട്, അതെല്ലാം എയറോബിക് ആക്ടിവിറ്റിയാണ്, അതായത് കാർഡിയോവാസ്കുലാർ കണ്ടീഷനിങ്ങിന് വേണ്ടിയാണ്. അതിൻ്റെ കൂടെ ഒരു എനറോബിക്, അതായത് സ്ട്രെങ്ത് ട്രെയിനിങ് കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്യണം. ഒരു 3 days സ്ട്രെങ്ത്തും 3 days എയറോബിക് ആക്ടിവിറ്റിയും ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. സോ ദർ ലൈക്ക് ഈ ഗ്രോത്ത് ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ ഞാൻ പറഞ്ഞില്ലേ, ദാറ്റ് വിൽ ഹെൽപ്പ്. അതായത് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നു, ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു, അതിനെ റീബിൽഡ് ചെയ്യാൻ വേണ്ടി പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് ഗ്രോത്ത് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഗ്രോത്ത് ഹോർമോൺ ആ മസിലിന് വേണ്ടി മാത്രമല്ല, it will enhance your skin, it will enhance your nails, hair, overall mood. Your body will complement you in different way. So your gut system will ഭയങ്കരമായിട്ട് ചേഞ്ചസ് വരും നമ്മൾ പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്ത്. പിന്നെ നമ്മുടെ എന്താ പറയുക, ഹാർട്ടിൻ്റെ കണ്ടീഷനിങ്, അതിനകത്തെല്ലാം വ്യത്യാസം വരും. സോ ഇതെല്ലാം കോറിലേറ്റഡ് ആണ്. അതെ 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 അതെ. ഈ വിമന്റെ ഫിറ്റ്നസിനെ കുറിച്ച് പറയുമ്പോൾ ഈ ലിഫ്റ്റ് ചെയ്യുന്ന ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ട്, പ്രഗ്നന്റ് വിമൻ ഹു ആർ ഡൂയിങ് ലിഫ്റ്റിംഗ് ചെയ്യുന്ന കുറച്ചുപേരെ കണ്ടിട്ടുണ്ട്. ആൻഡ് ഐ ഹവ് ഹേർഡ് ഇന്റർവ്യൂസ് വെയർ ദേ ഹവ് സെഡ് ദാറ്റ് പോസ്റ്റ് ഡെലിവറി അവർക്ക് ലിഫ്റ്റ് ചെയ്തുകൊണ്ട് ഹെൽപ്പ് ആയിട്ടുണ്ട്.
പ്രീയും പോസ്റ്റും ചെയ്യുന്നവരുണ്ട്. പിന്നെ ചിലവർ പറഞ്ഞിട്ടുണ്ട് ഈ പീരിയഡ്സിന്റെ സമയത്ത് മെൻസ്ട്രേറ്റിംഗിന്റെ സമയത്ത് വർക്ക്ഔട്ട് ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. പക്ഷെ ക്രാംസിന് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നത് വർക്ക്ഔട്ട് ആണ്. നല്ല വർക്ക്ഔട്ട് ചെയ്തുകൊണ്ട് അവരുടെ ക്രാമ്പിന്റെ ഒരു ഇന്റൻസിറ്റി കുറഞ്ഞവരുണ്ട്. ഇതിനകത്തേക്ക് വരുമ്പോഴത്തേക്കും when a woman is on their cycle, ചിലവര് they can't get up from the bed for the first 2 days. That is what I experienced. For some people we don't know that they are on, like they can go. So depends upon their body and like അതിനൊരു common ഒരു ഇല്ലെന്നാണ് തോന്നുന്നത്. But how that person feel, a woman feel like okay that person is like ആരും first day second day work out ചെയ്യരുതെന്ന് വേറൊരാൾ പറഞ്ഞിട്ടല്ല. They ask themselves, am I able to do certain things or do I need to slow down a little bit? അപ്പോൾ അതിന് വെച്ചിട്ടാണ്. ആൻഡ് ഇപ്പോൾ റീസെൻ്റ്ലി ഫാസ്റ്റ് ലൈക്ക് എ ഗേൾ എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്. അതിനകത്ത് ഞാൻ വായിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടുവേർഡ്സ് ദാറ്റ് യു ഷുഡ് റെഡ്യൂസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ട്രെയിനിങ്. ബിക്കോസ് നമ്മുടെ ബോഡിയിൽ കുറേ കോർട്ടിസോളും എല്ലാം പ്രൊഡ്യൂസ് ആവും. ആൻഡ് ദർ ഈസ് എ cortisol production when happens on intensity of the training. So there are other hormones. So women have four hormones, like more than men. Men എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ testosterone up and down in 24 hours. So a woman has this cycle. So this like they have അപ്പോൾ പലതരം കണ്ടീഷനിലാണ്. So they will get a 14 to 15 days for pushing hard. Then there is a winding down time. അതാണ് ആ ബുക്ക് പറയുന്നത്. ഞാനിപ്പോൾ അതിനകത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ വെൻ ഇപ്പോൾ പ്രൊജസ്ട്രോൺ എന്നൊക്കെ പറഞ്ഞ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് കോർട്ടിസോളും പ്രൊഡ്യൂസ് ആയിക്കഴിഞ്ഞാൽ ഇത് തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയും അപ്പോൾ നമ്മുടെ ഒരു ആങ്സിസ്റ്റർ വേയിൽ അതൊരു ഡേഞ്ചറായിട്ട് ബോഡി കണക്കാക്കുകയും മോർ ഫാറ്റിനെ അബ്സോർബ് ചെയ്യാനുള്ള ടെൻഡൻസി ബോഡിക്ക് ഉണ്ടാവും. കാരണം ഒരു ഡേഞ്ചർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫാമിൻ വരാൻ പോകുന്നു. ഇൻസുലിൻ യു ഷുഡ് കീപ് സ്റ്റോർ ഫുഡ്. നമ്മുടെ കോവിഡ് വന്നപ്പോൾ ആളുകളെല്ലാം കൂടി ചുമ്മാ സൂപ്പർ മാർക്കറ്റിൽ കയറി സാധനങ്ങൾ മേടിച്ച് വെച്ചില്ലേ. അതേപോലെ തന്നെ ബോഡി ഹാസ് ദാറ്റ് ടെൻഡൻസി. സ്റ്റോർ മോർ ഫാറ്റ് യു മൈറ്റ് നീഡ് ഇൻ ഫ്യൂച്ചർ ബിക്കോസ് സം ഡേഞ്ചർ ഈസ് ഗോയിങ് ടു ഹാപ്പൻ. സോ ഐ തിങ്ക് ദാറ്റ് ആ ഒരു ടൈമിൽ അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു പ്രോപ്പർ ഇൻഫർമേഷൻ ഒരു പ്രൊഫഷണലിൻ്റെ നിന്ന് കിട്ടുന്നതൊക്കെ ആയിരിക്കും നല്ലത്. ആൻഡ് ഈ വുമൺ ഫിറ്റ്നസിനെ കുറിച്ച് എന്തിനാണ് ലിഫ്റ്റ് ചെയ്യുന്നത്? പ്രഗ്നൻസി ടൈമിൽ ചെയ്യാൻ പാടില്ല. ഓഫ് കോഴ്സ് ഒരു നല്ലൊരു ഗൈനക്കോളജിസ്റ്റിൻ്റെ ഒരു ഫിസിഷ്യൻ്റെ സഹായത്തിൽ ഒരു ട്രെയിനറിൻ്റെ കൂടെ ട്രെയിൻ ചെയ്യുന്നത് എപ്പോഴും അവർക്ക് നല്ലതാണ്. സെക്കൻഡ് തിങ്, ഇവരുടെ മെൻ്റൽ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിനും സ്ട്രെങ്ത് ട്രെയിനിങ് എന്താ പറയുക ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. ആ മസിൽ ബിൽഡിങ് ഉണ്ടാകുമ്പോൾ തന്നെ ഇറ്റ് വിൽ ചേഞ്ച് ദെയർ ഓവറോൾ മൂഡ്. ദെൻ ഇതേപോലെ തന്നെ ഈ ക്രാംസ് വരുന്നതും കാര്യങ്ങളൊക്കെ ഒത്തിരി റെഡ്യൂസ് ചെയ്യാറുണ്ട്. They used to tell me about that also. Yes. ഓക്കെ. സോ ഞാൻ പിന്നെ ടച്ച് ബേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ റീസെൻ്റ്ലി ഹൃത്തിക് റോഷനെയൊക്കെ ട്രെയിൻ ചെയ്തിട്ടുള്ള ഒരു ട്രെയിനറിൻ്റെ അതെ അങ്ങനെ എന്തോ. അപ്പോൾ ഇതൊരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ അതിൽ ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ആൻഡ് ഐ ഫൗണ്ട് ഇറ്റ് വെരി ഇൻട്രസ്റ്റിംഗ്. ഹൃത്തിക് റോഷനാണ് ഭയങ്കര ആ സമയത്ത് ഹൃത്തിക് റോഷൻ ജോൺ എബ്രഹാം ഒക്കെയാണ് ഈ ബോഡി ബിൽഡിംഗ് കൊണ്ടുവന്നത്. പക്ഷേ ഓൺ ദ കോൺട്രറി ടു ദ പോപ്പുലർ ബിലീഫ് ഹി ഈസ് വെരി ഫ്ലെക്സിബിൾ. he moves like butter on a dance floor. അപ്പം പക്ഷെ പലരും പറയും ഞങ്ങളുടെ മറ്റേ ആക്ടിങ് വർക്ക്ഷോപ്പിൻ്റെ സമയത്ത് കളരി ചെയ്യുമ്പോൾ അയ്യോ വർക്കൗട്ട് ചെയ്യുന്ന ബഫായിട്ടുള്ള ആൾക്കാർ ചെയ്യേണ്ട കേട്ടോ, ചിലപ്പം വലിയ ഇഞ്ചുറി വന്നാലോ, കാരണം നിങ്ങൾ പൊതുവേ ഫ്ലെക്സിബിൾ അല്ലല്ലോ എന്നുള്ളൊരു കോൺസെപ്ഷൻ ഉണ്ടല്ലോ. അപ്പം അത് ടാക്കിൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക? ഇപ്പൊ എസ്പെഷ്യലി ഒരു ആക്ടർ ഫ്ലെക്സിബിൾ ആയിരിക്കണമല്ലോ. വെൻ യു ആർ ട്രെയിനിങ് ആൻ ആക്ടർ അവരുടെ ബോഡി ഫിസിക് എങ്ങനെയായിരിക്കണം. പക്ഷെ ഇപ്പം മോഹൻലാൽ സാറൊക്കെ കാലൊക്കെ പൊക്കുന്ന ഈവൻ ദോ ഹിസ് ഫിറ്റ്. അപ്പൊ ഹൗ ഡു യു അതിനുള്ള ഫ്ലെക്സിബിലിറ്റിയും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൽ വരുന്നത്? ഓക്കെ, കമ്മിങ് ബാക്ക് ടു ഹൃതിക് റോഷൻ, പുള്ളിയുടെ ബേസ് എനിക്ക് തോന്നുന്നു ഡാൻസ് ആണ്. ഹീസ് എ ഡാൻസർ, ബിക്കം എ ഫിറ്റ്നസ് ദാറ്റ് ലൈക്ക് അത് പുള്ളിയുടെ ഫിസിക്കും അങ്ങനത്തെയാണ്. ദറ്റ് ഓൾസോ ഇസ് ലൈക്ക് ദാറ്റ്. സം ബോഡീസ് ആർ ബ്ലെസ്ഡ് വിത്ത് ദാറ്റ് ഓൾസോ. ബട്ട് ഈ ഫ്ലെക്സിബിലിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇതേപോലെയുള്ള കണ്ടിന്യൂസ് പ്രാക്ടീസ് കൊണ്ടാണ്. സോ ലൈക്ക് യു സെഡ്, ഒരാൾ മസിൽ ബിൽഡ് ചെയ്യുമ്പോൾ ദർ ഇസ് എ ചാൻസ് ദാറ്റ് ദർ ജോയിൻസ് ആൻഡ് വിൽ ഗെറ്റ് റിജിഡ്. അപ്പോൾ രണ്ട് രീതിയിലുണ്ട്. റേഞ്ച് ഓഫ് മോഷൻ എന്നാണ് അതിനെ പറയുന്നത്. ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, മൊബിലിറ്റി ഉണ്ട്. ഫ്ലെക്സിബിലിറ്റി ഈസ് ലൈക്ക് യുവർ മസിൽ എത്രത്തോളം എക്സ്റ്റെൻഡ് ആവും. അപ്പോൾ നമ്മൾ ഒരു ഫൈറ്റർ, MMA ഫൈറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അവർ ഫ്ലെക്സിബിളിലും കൂടുതൽ അവർ മൊബിലിറ്റിയാണ്. അതായത് നമ്മുടെ ജോയിന്റിൽ നിന്ന് എത്രത്തോളം മൂവ് ചെയ്യും എന്നുള്ള. സോ ദിസ് ഈസ് ക്യാമറയുടെ പുറത്തേക്ക് പോലെ. സോ ദിസ് ഈസ് മൈ മൊബിലിറ്റി. ദെൻ ഇവിടുന്ന് ഈ മസിൽ ഫ്ലെക്സ് ആവുമ്പോഴാണ് അതിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി വരുന്നത്. ഐ മീൻ അത് സ്ട്രെച്ച് ആവുമ്പോഴാണ് അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. സോ ഐ തിങ്ക് ദാറ്റ് ഈ ജോൺ അബ്രഹാമിന് അത്ര ഫ്ലെക്സിബിലിറ്റി ഇല്ല. ഋതിക് റോഷൻ ആണെങ്കിൽ he is more mobile, like from the hip and the joints. The muscles can be tight. Maybe ആയിരിക്കാം അല്ലായിരിക്കാം. So it's a two different things. അത് നമ്മുടെ വർക്കൗട്ട് ട്രെയിനിങ്ങിൽ എപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ there is a warm up conditioning. ഒരു 10, 15, 20 minutes depends upon the training. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനൊന്നും ചെയ്തിരുന്നില്ല, ഞാനിപ്പോൾ ഇൻകോപ്പറേറ്റ് ചെയ്തു. അതുകൊണ്ട് എനിക്ക് ഇഞ്ചുറീസ് ഉണ്ട്, ഞാൻ അതിന് റീഹാബും ചെയ്യുന്നുണ്ട്. Then there is the major part of the workout that you work out for 8 to 10 exercise. Then there is a cool down period and a stretching. അങ്ങനെ വേണം ഡിസൈൻ ചെയ്യാൻ. ഒരു 80% ഓഫ് ആളുകൾ പോസ്റ്റ് വർക്കൗട്ട് സ്ട്രെച്ചിങ് ചെയ്യാറില്ല, കൂൾ ഡൗൺ ചെയ്യാറില്ല. കാരണം അതൊരു ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ്. എനിക്കും എല്ലാവർക്കും എല്ലാവർക്കും അല്ല, കുറേ ആൾക്കാരുണ്ട് ഇതിൻ്റെ. പക്ഷെ ഇപ്പോൾ അത് ചെയ്യാം. അത് നമ്മളെപ്പോഴും പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും ഒരു എക്സിറ്റ് പ്ലാൻ ഇല്ല. ലൈക്ക് വന്നു ചെയ്തു ടക്ക് പോയി അല്ല, അത് കംപ്ലീറ്റ് ആവുന്നത് ആ സ്ട്രെച്ചിങ്ങും കൂടെ കഴിയുമ്പോഴാണ്. അപ്പോൾ ആ സ്ട്രെച്ചിങ് നമ്മുടെ വർക്കൗട്ടിൻ്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ യു ക്യാൻ പ്രോഗ്രസ്. അത് വളരെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ടൈം കൊടുത്ത് അതിനെ ഇങ്ങനെ എന്താ പറയുക, ഒരു എലാസ്റ്റിസിറ്റി ബിൽഡ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു സംഭവമാണ്. ആൻഡ് യു ഷുഡ് പ്രാക്ടീസ് എവറി സിംഗിൾ ഡേ ഓൺ ദാറ്റ്. അപ്പോൾ ഒരു കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരാളുണ്ട്, ഡേവിഡ് ഗോഗിൻസ് എന്ന് പറഞ്ഞിട്ട്. ഈസ് എ അൾട്രാ മാരത്തണർ, ലൈക്ക് 100 മൈൽ ചെയ്യുന്ന ഒരു എക്സ് നേവി സീലിൻ്റെ ഒരാളാണ്. അപ്പോൾ ആൾ 200 കിലോമീറ്ററൊക്കെ ഒറ്റ സ്ട്രെച്ചിലൊക്കെ ഓടിയിട്ടൊക്കെ ഉള്ള ഒരാളാണ്. ഒരു പോയിന്റിൽ ആൾക്ക് 1 കിലോമീറ്റർ 1 മൈൽ പോലും ഓടാൻ പറ്റാത്ത രീതിയിലേക്കൊക്കെ ആയി. അപ്പോൾ കുറേ കാര്യങ്ങളും സർജറിയും കാര്യങ്ങളൊക്കെ നോക്കി. പക്ഷേ ഫൈനലി പുള്ളി ഒരു ചൈനീസ് ആണോ ജാപ്പനീസ് ആണോ ഒരു മാസ്റ്ററിൻ്റെ അടുത്ത് പോയി ഒരു സ്ട്രെച്ചിങ് റുട്ടീൻ ഫോളോ ചെയ്തു. ഇപ്പോഴും കഴിഞ്ഞ 5 വർഷമായിട്ട് ആൾ കിടക്കുന്നതിന് മുമ്പ് 2 മണിക്കൂർ സ്ട്രെച്ച് ചെയ്തിട്ടാണ് ഉറങ്ങുന്നത്. 2 മണിക്കൂർ 5 years വിത്തൗട്ട് ബ്രേക്ക്. ആൻഡ് ഹീ ഈസ് റണ്ണിങ്. ഈ റോട്ട് 2 books, കാൺട്ട് ഹേർട്ട് മീ എന്നുള്ളൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ഒരു സെക്കൻഡ് ബുക്കിൻ്റെ പേര് ഞാൻ മറന്നു, ബട്ട് കാൺട്ട് ഹേർട്ട് മീ ഞാൻ വായിച്ചിട്ടുണ്ട്. ദാറ്റ്സ് എ വെരി ഇൻസ്പയറിങ് സ്റ്റോറി. അപ്പോൾ അതിനകത്ത് ഈ സ്ട്രെച്ചിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നത്, സ്ട്രെച്ചിങ് പോലെ തന്നെ എൻ്റെ കൂടെ ഞാൻ ആഡ് ഓൺ ചെയ്യണതാണ്. ഇത് എനിക്കും കൂടിയുള്ള ഒരു മെസ്സേജാണ്. സോ സ്ലീപ്പ് വളരെ അണ്ടർറേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആണ് എല്ലാവരും. സ്ലീപ്പിൻ്റെ അത്രയും റിക്കവറി എവിടെയും കിട്ടത്തില്ല. നന്നായിട്ട് ആ 8 hours എന്നുള്ള കോൺസെപ്റ്റ് മാറ്റി വെച്ചു. അത് കുറേ സ്റ്റഡീസ് നടക്കുന്നുണ്ട്. ബട്ട് യു ഷുഡ് സ്ലീപ്പ് സൗണ്ട്. സോ ഇപ്പം ഞാൻ എൻ്റെ സ്ലീപ്പ് ഞാൻ ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഇന്നലെ 5.5 hours 6 hours ആണ് ഞാൻ ഉറങ്ങിയേക്കുന്നത്. ഹോക്കിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഉറങ്ങിയപ്പോൾ ഒരു ടൈമായി. അതിനകത്ത് എൻ്റെ 1 hour ഡീപ്പ് സ്ലീപ്പാണ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. ലൈക്ക് എൻ്റെ 1 hour 18 minutes ഡീപ്പ് സ്ലീപ്പാണ്. നമ്മൾ 3 മണിക്കൂറോ 4 മണിക്കൂറോ ഉറങ്ങിയാലും അത് ഡീപ്പാണ്. അതെപ്പോഴും നമ്മൾ മെഷർ ചെയ്യണമെന്നില്ല. ഡീപ്പ് സ്ലീപ്പിലാണ് കംപ്ലീറ്റ് റിപ്പയർ നടക്കുന്നത്. ദെൻ ദർ ഈസ് എ റെം സ്ലീപ്പ്. റെം സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിയേറ്റീവ് കോർണർ കാര്യങ്ങളെല്ലാം അന്നത്തെ കാര്യങ്ങളൊക്കെ ബാക്കപ്പ് ചെയ്യുന്നതും അനലൈസ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ആ റെം സ്ലീപ്പിലാണ് നമ്മൾ കൂടുതലും ഡ്രീം ചെയ്യുന്നത്. ദെൻ ദർ ഈസ് എ ലൈറ്റ് സ്ലീപ്പ് ആൻഡ് ഓൾ. സോ ആ ഒരു സൈക്കിൾ കറക്റ്റായിട്ട് കിട്ടിയ ചിലവർ 8 മണിക്കൂർ ഉറങ്ങിയിട്ടും 30 മിനിറ്റാണ് അവരുടെ ഡീപ്പ് സ്ലീപ്പ് ഉണ്ടെങ്കിൽ അതൊരു ക്വാളിറ്റി സ്ലീപ്പായിട്ട് അവർക്ക് തോന്നില്ല. അപ്പോൾ ഞാൻ ഇത്ര ഉറങ്ങിയിട്ട് എനിക്ക് പിന്നെ ക്ഷീണോ എന്താണെന്ന് ചോദിക്കുന്നത് ചിലപ്പോൾ അതായിരിക്കാം. സോ എൻ്റെ സ്ലീപ്പ് ഭയങ്കര, കാരണം എൻ്റെ ജോലിയും ഞാൻ എൻ്റെ ഇപ്പോഴുള്ള റെസ്പോൺസിബിലിറ്റിയും ചില സമയങ്ങളിലല്ല മോസ്റ്റ്ലി ഞാൻ ഒക്യുപ്പൈഡ് ആയതുകൊണ്ട് എൻ്റെ ഉറക്കത്തിനെ ബാധിക്കുന്നുണ്ട്. അതിൻ്റെ അതർ സൈഡ് ഐ ഹാവ് ഇഷ്യൂസ് ബിക്കോസ് ഐ ആം നോട്ട് സ്ലീപ്പിംഗ് ഇനഫ്. എൻ്റെ പെർഫോമൻസിനെ ബാധിക്കുന്നുണ്ട്. എൻ്റെ കുറേ കാര്യങ്ങളിനെ അത് എൻ്റെ ക്രിയേറ്റീവ് സൈഡിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം വരുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പഠിക്കുകയും അതിനെക്കുറിച്ച് ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ്. സോ ഫ്ലെക്സിബിലിറ്റി, സ്ട്രെച്ചിങ്, അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് ആണ് സ്ലീപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ന്യൂട്രീഷൻ പാർട്ടിലേക്ക് നമ്മൾ വരുമെന്ന് പറഞ്ഞു. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദ അതർ തിങ്. സോ ഇതൊന്ന് സ്ലീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയോ, ആരും അതിനെക്കുറിച്ച്, കാരണം ആർക്കും ഒരു ബിസിനസ് അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ സ്ലീപ്പിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ആരും പറയാത്തത്. മനസ്സിലായില്ലേ? നമ്മൾ ഇവിടുന്ന് ഉറങ്ങുന്നതുകൊണ്ട് ആർക്കും പൈസ ഒന്നും കിട്ടുന്നില്ല. ചിലപ്പോൾ പൈസ നഷ്ടമായിരിക്കും.
ചിലവർക്ക് പൈസ കൊടുത്തിരുന്നെങ്കിൽ അവർ ഫുള്ള് ലക്ഷപ്രഭുകളായിരുന്നു. അതല്ലേ അതല്ല ഞാൻ പറഞ്ഞത്, അത് ആരും അതിന്റെ ഇമ്പോർട്ടൻസ് സംസാരിക്കാത്ത. പ്രോട്ടീൻ കഴിക്കൂ എന്ന് പറയുന്നത് now we have a protein, we have protein bars, we have protein food, we have protein everything come with protein. You are try to take it, so they are selling it. You understood? Gym, yeah, workout to you. You can't like monetize ചെയ്യുന്നുണ്ടാന്ന് എനിക്കറിയില്ല. ഞാൻ ലാസ്റ്റ് ടൈം ഇപ്പൊ ഞാൻ ട്രാവൽ ചെയ്തപ്പോഴത്തേക്കും സ്ലീപ്പ് പോഡ്സ് ഉണ്ട്. ലൈക്ക് എവിടെയാണ്, ഒരു റഷ്യൻ എയർപോർട്ടിൽ ഒരു ബബിള് പോലെ, ലൈക്ക് ഐ ടെംപ്റ്റ്, ബട്ട് ഞാൻ കുറച്ച് ക്ലോസ്ട്രോഫോബിക് ആയതുകൊണ്ട് ഞാൻ ചെയ്തില്ല. ബട്ട് ദേ ആർ സെല്ലിങ് ഇറ്റ്. ലൈക്ക് സ്ലീപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഡേ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റില്ല. ഒരാൾ ട്രാവൽ ചെയ്യുന്ന ആൾ ലേ ഓവർ ഒരു 6 hours ഉണ്ടെന്ന് വിചാരിക്കാം, നാളെ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം. ചിലപ്പോൾ അയാൾക്ക് ഈ ഒരു ആംഗിളിൽ ഉറങ്ങാൻ ബുദ്ധിമുട്ടുള്ള സ്ലീപ്പ് ഫ്രഷ് പ്രിപ്പയർ ഫോർ ദ മീറ്റിംഗ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എഞ്ചിനീയറിംഗിന്റെ വർക്ക് ലോഡില് ചിലപ്പം ഈ സ്ലീപ്പും എല്ലാം കോംപ്രമൈസ് ഇതേപോലെ സ്ലീപ്പ് റൂംസ് ഉണ്ട്. ഇപ്പൊ കോർപ്പറേറ്റ് കമ്പനീസിലൊക്കെ ഉണ്ട്. സോ ഞാൻ പറയുന്നത് വെച്ചാൽ ആ സ്ലീപ്പാണ് നമ്മളെ കുറെ കാര്യം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ബേൺ ഔട്ട് ആവും. ആൻഡ് യു കാൻ നോട്ട് പ്രൊഡ്യൂസ് ദാറ്റ് മച്ച് ഓഫ് റിസൾട്ട്സ്. നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യൽ മാക്സിമൈസ് ചെയ്യാൻ പറ്റത്തില്ല. യെസ്, ഈ ഹോൾ ഇന്റർവ്യൂല് സ്ലീപ്പ് മാത്രം എടുക്കരുത്, ഇതില് വേറെ കുറെ അതെ ഞാൻ ഉറങ്ങി എന്റെ ഹെൽത്ത് റെഡിയാക്കുക. അതെ ഹാൻഡ് ഓൺ ഹാൻഡ് ആയിട്ട് പോകേണ്ട കാര്യങ്ങളാണ് അവിടെ. ആൻഡ് അത് ഡിസേർവ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഖബീബ് എന്ന് പറഞ്ഞൊരു റെസ്ലറിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇറ്റ്സ് എ വേൾഡ് ചാമ്പ്യൻ, റിട്ടയർഡ് ആണ്. ഖബീബ് ഒരു ഡജാക്കിസ്ഥാൻ ആയിട്ടുള്ള റഷ്യയിലൊരു സ്ഥലമാണ്. അപ്പോൾ ഹീസ് എ വേൾഡ് ചാമ്പ്യൻ. ഇറ്റ്സ് ലൈക്ക് പുള്ളിയുടെ ഇൻ്റർവ്യൂസും പോഡ്കാസ്റ്റൊക്കെ ഭയങ്കര നല്ലതാണ്. ആൻഡ് ഈസ് ലൈക്ക് ഹൈലി മോട്ടിവേറ്റഡ് പേഴ്സൺ, വെരി റിലീജിയസ്, വെരി ഡിസിപ്ലിൻഡ്. പുള്ളി പറയുന്നത് ക്യാമ്പിൽ ഇങ്ങനെയാണ്. പുള്ളി ഇന്ന് ഞാൻ രാവിലെ കേട്ടൊരു കാര്യമാണ് പുള്ളി പറയുന്നത്, ഞാനത് എപ്പോഴും കേൾക്കാറുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് വിത്ത് യു വിത്തൗട്ട് യു ദർ വിൽ ബി എ ചാമ്പ്യൻ. ഓൾ യു ഹാവ് ടു ഡു ഈസ് വർക്ക് ഔട്ട് ആൻഡ് ഗെറ്റ് സം റെസ്റ്റ് സ്ലീപ്പ്. സോ 6 days വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ലൈക്ക് സാറ്റർഡേ യു ആർ നോട്ട് ടയർഡ്, you have to ask, oh you are not trained enough, so UFC ക്ക് വേണ്ടി ട്രെയിൻ ചെയ്യുന്നവരാ. and you should sleep whenever he gets time, he sleep between training 2 hours 3 hours and he sleep. that made him a champion. so കുറെ കാര്യങ്ങളുണ്ട്, കുറെ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചെയ്യില്ല. സ്വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, സ്ക്രോൾ ചെയ്തുകൊണ്ടോ സ്വൈപ്പ് ചെയ്തുകൊണ്ടോ ഇരിക്കത്തില്ല. വെറുതെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ ഫീഡ് ചെയ്യില്ല. സോ ഐ എം നോട്ട് ലൈക്ക് സ്ലീപ്പ് ചെയ്യേണ്ടപ്പോൾ ചെയ്താൽ മതി, അത് പറഞ്ഞിട്ട് ഇതേപോലെ ചെയ്യേണ്ട. അയാളുടെ ഗോൾ അതായതുകൊണ്ടാണ് ആളങ്ങനെ ചെയ്തത്. So I'm like, sleep is very underrated. So I'm also working on it. Then you will feel fresh. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നാറില്ല ചിലപ്പോൾ രാവിലേക്ക്. ഐ മീൻ നല്ലൊരു സ്ലീപ്പ് കഴിഞ്ഞിരുന്നേക്കുമ്പോൾ. സോ ആൻഡ് ദീസ് ഡേയ്സ് പീപ്പിൾ ആർ നോട്ട് ഗെറ്റിംഗ് ഇനഫ് ബിക്കോസ് നമ്മുടെ കോണിയ അതായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല. നമ്മളെപ്പോഴും ബ്ലൂ ലൈറ്റാണ്. ഇവിടെ വരുമ്പോഴാണെങ്കിലും ലൈക്ക് ആർട്ടിഫിഷ്യൽ ലൈറ്റ്, ദെൻ സ്ക്രീൻ, ഉറങ്ങുന്നതിന് മുമ്പ് സ്ക്രീൻ, എഴുന്നേക്കുന്നത് സ്ക്രീൻ. സോ വി ഹാവ് ദാറ്റ് ബ്രെയിൻ ക്ലോഗിങ്. സൺലൈറ്റ് മേക്സ് ലോട്ട് ഓഫ് ഡിഫറൻസ്. ചില വിൻ്റർ കൺട്രീസിലൊക്കെ 6 months വിൻ്റർ ആകുമ്പോൾ ദേ ആർ വെരി ഡിപ്രസ്ഡ്, വെരി ലൈക്ക് ദേ ആർ വെരി ലോ, ദേ ആർ നോട്ട് വെരി ആക്റ്റീവ്. ലൈറ്റ് വന്നു കഴിയുമ്പോൾ ദേ വിൽ ബി ലൈക്ക് പുറത്തു പോലും ഓടിച്ചാടി നടക്കലും. സമ്മർ ഇസ് ടോട്ടലി ഡിഫറെൻറ്റ് ഫോർ ദം. സോ വി ഹാവ് 360 days ഓഫ് സമ്മർ. യാ, മേക്ക് യൂസ് ഓഫ് ഇറ്റ്. മേക്ക് യൂസ് ഓഫ് ദ സൺലൈറ്റ്. കാനഡയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ബേസ്മെന്റിൽ താമസിക്കുന്നവർക്ക് ഒട്ടും ലൈറ്റ് ഉണ്ടാവില്ല. അപ്പൊ ഈ രാവിലെ 9 മണിക്കൊക്കെയാണ് വെളിച്ചം വരിക. and then around 5 PM it's gone. So there's this artificial sunlight that they've put in their house. I'm not sure, so I'm not going to ആധികാരികമായിട്ട് എൻ്റെ പേര് പറയുന്നില്ല. സാഡ് എന്നാണ് തോന്നുന്നു ആ ലൈറ്റിന്റെ പേര്, I'm not sure. So they put it inside the room so that it mimics the sunlight, yeah, because people are easily depressed there. vitamin D ഉണ്ടാവില്ല. vitamin D ഉണ്ടാവില്ല, പക്ഷെ വെളിച്ചം ലൈക്ക് സംതിങ് ഇസ് ബെറ്റർ ദാൻ നത്തിങ്. ലൈക്ക് അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ മോർണിംഗ് റൂട്ടീനിൽ ഞാൻ ഇന്നലെ എഴുതിയൊരു കാര്യമാണ്, വേക്കപ്പ് ആൻഡ് ഗോ ഫോർ എ വാക്ക്. ഐ എം നോട്ട് ഗോയിങ് ടു ടേക്ക് മൈ ഫോൺ ഫസ്റ്റ്, ഗോ ഫോർ. ഞാനിപ്പോഴും ചെയ്യാറില്ല. ഫസ്റ്റ് 1 hour എനിക്ക് ഫോൺ വേണ്ടെന്നുള്ളതാണ്. മിനിമം 30 minutes എങ്കിലും ഫോൺ ഞാൻ യൂസ് ചെയ്യില്ല. എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഗെറ്റ് ഔട്ട് ആൻഡ് വാക്ക്, ഫ്രഷ് എയർ, ബ്രീത്ത്. എന്നാലേ ഒരു ഡേയിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ റെഡി ആവണമെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ അത് ചെയ്യണം ഇത് ചെയ്യുന്നു, ബട്ട് ഇതിനെ ഇൻവെസ്റ്റ് എന്താ ചെയ്യണേ, നമ്മൾ എന്താ ഇൻവെസ്റ്റ് ചെയ്യണേ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ അത്ര കീനല്ല. അത് നടന്നു പൊക്കോളും, അതൊരു റൈറ്റ് ആറ്റിറ്റ്യൂഡാണോ?
അതായത് നമ്മൾ ഇപ്പൊ ഇഫ് യു ഹാവ് ഒഴുക്കില് പോവാ, അതെ. ആ ഒരിക്കലും നമ്മളിപ്പോ ഒരു കാർ ഉണ്ടെന്ന് വിചാരിച്ചാൽ അത് ഓടിക്കോളൂ എന്ന് വിചാരിച്ച് പെട്രോൾ അടിക്കാതിരിക്കും, എവിടെയെങ്കിലും സ്റ്റോപ്പായി നിൽക്കത്തില്ലേ. അപ്പോൾ അതേപോലെയാണ് നമ്മൾ ഇങ്ങനെ സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ട് എങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ എനർജി എടുക്കും. ബട്ട് യു നീഡ് യുവർ ഓൺ ടൈം, യുവർ ഓൺ മീ ടൈം. അത് ഫിറ്റ്നസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം, നല്ല ഫുഡ് ഉണ്ടാക്കണതിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ജേർണലിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യണം, പുതിയ കാര്യങ്ങൾ പഠിക്കണതിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഇതെല്ലാം ഹെൽത്തിൻ്റെ ഭാഗമാണ്. വർക്കൗട്ട്, അതായത് ഒരു സ്ഥലത്ത് പോയി 10 എക്സസൈസ് ചെയ്തിട്ട് 2 സാലഡ് കഴിച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ദാറ്റ്സ് എ ഗുഡ് തിങ്, ഓഫ് കോഴ്സ് ഐ എഗ്രി. ബട്ട് ദർ ആർ സർട്ടൻ അതർ തിങ്സ് യു ഹാവ് ടു ഇൻകോപ്പറേറ്റ്. അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു സമ്മമായിരിക്കും നിങ്ങളുടെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത്. അത് ഹാൻഡ് ഓൺ ഹാൻഡ് പോകേണ്ടതാണ്. അപ്പൊ അതിലേക്ക് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യത്തിലേക്ക് വരുന്നത് ഡയറ്റ് ആൻഡ് സപ്ലിമെന്റ്സ്. ഇപ്പം when you talk about that, we spoke about sleep, we spoke about having a routine. പക്ഷെ ഇപ്പം പലരും they take, I've heard people say 70-60% ഡയറ്റ് ആണ്, Yeah. ബാക്കിയാണ് വർക്ക്ഔട്ട്. പിന്നെ ഇപ്പം പീപ്പിൾ ആർ ടേക്കിംഗ് സപ്ലിമെന്റ്സ്. ഇപ്പം വൈറ്റമിൻ, ഇപ്പോഴത്തെ ഒരു ന്യൂ ഏജിൽ പീപ്പിൾ ആർ ഡെഫിഷ്യൻറ്റ് ഫോർ എവറിത്തിങ്, ദർസ് ഡെഫിഷ്യൻസി എവറിവെയർ. അപ്പം ഇപ്പം എൻ്റെ വീട്ടിലെല്ലാവരും we make sure we take omega, we make sure we take vitamin C, whatever. അപ്പം what do you have to say about that? ഈ ഫാഡ് ആയിട്ടുള്ള കുറെ ഈ ഗമ്മീസ് ഉണ്ട്, ഹെയർ ഗമ്മി, നെയിൽ ഗമ്മി, മറ്റേ ഗമ്മി. അപ്പൊ കൊളാജൻ, കൊളാജന്റെ ഗമ്മി. പക്ഷെ കൊളാജൻ, മറൈൻ കൊളാജൻ മാത്രമേ വർക്ക് ആവുള്ളൂ എന്ന് ഇപ്പൊ സ്റ്റഡി വന്നിട്ടുണ്ട്, അല്ലാതെ വീഗൻ കൊളാജൻ. പീപ്പിൾ ആർ സോ കൺഫ്യൂസ്ഡ്. ഒരു റുട്ടീൻ തുടങ്ങുമ്പോഴത്തേന് ഇവർ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. ഇപ്പൊ എന്താ കോച്ചിന്റെ അടുത്ത് പോകുമ്പോൾ ടേക്ക് എ ബ്ലഡ് ടെസ്റ്റ്, മേ ബി യു ഹാവ് തൈറോയിഡ്, മേ ബി ഹാവ് ദാറ്റ്. ഇവർ പോയിട്ട് ഓവർലോഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഓൺ ദീസ് ഫാർമ ഇൻഡസ്ട്രി. സോ ഇൻഡസ്ട്രി. അപ്പൊ അതിനെ കുറിച്ച് എന്താണ്? when there is a demand there is a supply. അതാണ് ഇതിനകത്ത് ഇപ്പം നടക്കുന്നൊരു സംഭവം. സോ നാച്ചുറലി കിട്ടാൻ പറ്റുന്ന എല്ലാ സോഴ്സും യൂസ് ചെയ്യുക. അത് വർക്കാവാതെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഗോളിനെ മീറ്റ് ചെയ്യാൻ അതൊരു ഹിൻഡറൻസ് ആണെങ്കിൽ മാത്രം ഒരു സപ്ലിമെൻറ്റിനെ ചെയ്യും. സോ സ്റ്റാർട്ട് ഫ്രോം ദ ഡയറ്റ്. 60-40 റൂളുണ്ട്, അതൊരു തമ്പ് റൂളാണ്. ഡയറ്റ് ഭയങ്കര സെയിം. നെക്സ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, 1 hour വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 23-48 hours നിങ്ങൾ കൊടുക്കുന്ന എന്താണോ ഭക്ഷണം, അതാണ് നിങ്ങളുടെ ബോഡിയിലേക്ക് മാറി എന്താണ് യൂസ് ചെയ്യുന്നതെന്നാവുന്നത്. സോ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഹാവിങ് എ ബാലൻസ്ഡ് ഡയറ്റ്. പിന്നെ എപ്പോഴും ഭയങ്കര എക്സോട്ടിക് ആയിട്ടുള്ള പരിപാടികൾ ചെയ്യാതിരിക്കാനേ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. കാരണം സസ്റ്റൈനബിലിറ്റിയാണ് അതിനകത്ത് മാറ്റർ. കാരണം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ വീട്ടിലെല്ലാവരും കഴിക്കാനും അല്ലെങ്കിൽ വീട്ടിൽ കുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാൻ പറ്റിയ ഭയങ്കര നന്നായിരിക്കും. കാരണം ലോങ് റണ്ണിൽ നമുക്കിത് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എപ്പോഴും നമ്മുടെ നാച്ചുറലായിട്ട്, നമ്മുടെ ലോക്കലി സോഴ്സ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ വെച്ചിട്ടൊരു ഡയറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. മോഡറേഷൻ, വൺ ഓഫ് ദ മെയിൻ തിങ്. മോഡറേറ്റ് ഇറ്റ്. ലൈക്ക് സ്റ്റൊമക്ക് ഫുൾ എന്നുള്ള നമ്മുടെ ആവറേജ് മലയാളിയുടെ കോൺസെപ്റ്റ് മാറ്റുക. ഒരു ബിരിയാണി, അത് കഴിഞ്ഞാൽ ഒരു ലൈം ജ്യൂസ്, അത് കഴിഞ്ഞാൽ ഒരു ഐസ്ക്രീം, അങ്ങനെയാണല്ലോ അതൊക്കെ മാറ്റുക. സോ നമുക്ക് ഇത്രയും എമൗണ്ട് മതി നമുക്ക് ഫങ്ഷൻ ചെയ്യാൻ. ആ രീതിയിൽ നമ്മുടെ ബോഡീനെ ഡിസൈൻ ചെയ്യുക, ആ രീതിയിൽ ഇതാക്കുക. സോ ഒരു ഡയറ്റ്, ഇപ്പോൾ ഇമാജിൻ ഒരാൾ ഡയറ്റ് തുടങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പറയും, നിങ്ങളൊരു എല്ലാ ദിവസവും ഒരു 4 മീല് കഴിക്കുക. മോർണിംഗ് ഒരു മീല്, ഉച്ചക്കത്തെ മീലിന് മുമ്പ് ഒരു മിഡ് മീൽ, ഒരു സ്മോൾ, ഉച്ചയ്ക്ക് ഒരു മീല്, അല്ലെങ്കിൽ രാവിലത്തെ ആ മിഡ് മീൽ മാറ്റിയിട്ട് ഈവനിങ് ഒരു മിഡ് മീല്, നൈറ്റ് ഒരു ഡിന്നർ. എന്ത് വേണേലും കഴിച്ചു, എന്താണോ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അത് കഴിച്ചോണ്ട് എന്നോട് പറയും. ദെൻ ദ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ 2 days 3 days ടൈമിൽ ഞാൻ പറയും, ഒരു കാര്യം ചെയ്യും, നൈറ്റുള്ള അതിനകത്തുനിന്ന് ഇപ്പോൾ നിങ്ങൾ 4 ചപ്പാത്തിയാണ് കഴിക്കണമെങ്കിൽ 2 ചപ്പാത്തി ആക്കുക. എന്നിട്ട് ഈ ഉച്ചയ്ക്കത്തെ ഈ സാധനം വേണ്ട, കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്താണ്. ദെൻ ദ ബോഡി സ്റ്റാർട്ട് സ്ലോലി അണ്ടർസ്റ്റാൻഡ്. അവർ ബോഡീനെ അങ്ങനെ മനസ്സിലാക്കണം. ഇപ്പം എൻ്റെ വീട്ടിൽ 2 പൂച്ചയുണ്ട്. സോ ദിസ് ക്യാറ്റ്സ് ലൈക്ക് നമുക്ക് പെട്ടെന്ന് ഫുഡ് അതിൻ്റെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വർക്കാവില്ല, അത് കഴിക്കത്തില്ല, അല്ലെങ്കിൽ ഇതേ വോമിറ്റ് ആൻഡ് ഓൾ. അപ്പോൾ ഡോക്ടേഴ്സ് പറയുന്ന പറഞ്ഞാൽ 80% ഓഫ് ഓൾഡ് ഫുഡ് ആൻഡ് 20% ഓഫ് ന്യൂ ഫുഡ്. എന്നിട്ട് അത് റെഡ്യൂസ് ചെയ്ത് വേണം കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അവരുടെ സിസ്റ്റം വർക്ക് ചെയ്യില്ല. ദേ ഓൾ ഡിപ്പെൻഡ്സ് upon their smell and like the look and every lot of things. അപ്പോൾ സെയിം തന്നെ വർക്ക്സ് ഫോർ ഹ്യൂമൻ. നമുക്ക് എപ്പോഴും ആ റിജക്ഷൻ ടെൻഡൻസി ഉണ്ടാവും. ഞാനത് എന്തിനാ കഴിക്കണം, അയ്യോ എനിക്ക് മടുത്ത, ആകെയുള്ള സന്തോഷം ഫുഡായിരുന്നു. അങ്ങനെയല്ല, ഇത് നമ്മൾ പതിയെ നമ്മളുടെ ബോഡിയിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യണം. അതിൻ്റെ റിവാർഡ് വരുമ്പോൾ അതൊക്കെ കോമ്പൻസേറ്റ് ചെയ്ത് നമുക്ക് തന്നെ മനസ്സിലാക്കണം, ഐ എം ഡൂയിങ് ഇറ്റ് ഫോർ മൈ ഓൺ ഗുഡ്. പെട്ടെന്ന് കുറേ സാലഡ്സ് ആക്കി, പെട്ടെന്ന് വാട്ടർമെലൺ ഡയറ്റൊക്കെ ആക്കി കഴിഞ്ഞാൽ യു വിൽ ഗോ ലോ, യു വിൽ ഫീൽ വീക്ക്, ഹെഡേക്ക് വരും. അതാണ് ഈ ഫാറ്റ് ഡയറ്റ്സ് ഒക്കെ ചെയ്തിട്ട് കീറ്റോ
കീറ്റോ ഒരിടയ്ക്ക് ഭയങ്കര പോപ്പുലർ ആയിരുന്നു. popular ആണ്. And I have personal experience with my friends who lost 30-40 kgs. അതും വളരെ ഒരു 6 monthsന്റെ ഒരു ഗ്യാപ്പിൽ 30 kgs I feel like it's unhealthy. Correct? Yeah. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സമ്മറിന് വേണ്ടി സമ്മർ ബോഡിക്ക് വേണ്ടി കുറച്ചിട്ട് അടുത്ത വിന്റർ ആവുന്നതിന് മുന്നേ Again it double ആയി. നമ്മൾ അത് ഇവിടുത്തെ ആൾക്കാരുടെ ആണെങ്കിൽ നമ്മളൊരു ബിഗ് ടൈം കാർബോഹൈഡ്രേറ്റ്സ് ആണ്. നമ്മുടെ ബോഡിയുടെ കീറ്റോ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി പ്രൈമറി എനർജി സോഴ്സ് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അതായത് നമ്മൾ കഴിക്കുന്ന റൈസ്, പൊട്ടറ്റോ, ഗ്ലൂട്ടൻ, ദ ഗ്രെയിൻസ് ആൻഡ് ഓൾ. അതിന് പകരം നമ്മൾ നമ്മുടെ ബോഡിനെ ഫാറ്റ് ഫീഡ് ചെയ്യും. ദർ വിൽ ബി എ പോയിന്റ് ഓഫ് ടൈം ദർ ബ്രെയിൻ വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദർ ഇസ് നോ മോർ ഫാറ്റ് കമ്മിങ് ഇൻ, only fat, no more carbs coming in, only fat will come. That process is called ketosis. In that process, the body will start gimmicking like a fever that called keto flu, saying that, oh, I need carb. ആ ഫ്ലൂവും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് കീറ്റോസിസിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോഡി സ്റ്റാർട്ട് യൂസിങ് ഫാറ്റ് ആസ് എ ഫ്യൂവൽ. സോ നമ്മൾ കൊടുക്കുന്ന ഫാറ്റും ബോഡിയിലെ ഫാറ്റൊക്കെ കൂടി യൂസ് ചെയ്യും. അതിൻ്റെ ഇടയിൽ ഗ്ലൈക്കജൻ സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മസിലിൻ്റെ അകത്ത് വാട്ടർ സ്റ്റോറേജ്, അത് എംറ്റി ആവും, ഡിപ്ലീറ്റ് ചെയ്യും. സോ നമ്മൾ എന്ന് നിർത്തുന്നു അന്ന് ഇതൊക്കെ റീഫിൽ ചെയ്യും. ഇത് ബൗൺസ് ബാക്ക് ചെയ്ത് തുടങ്ങും. വീണ്ടും നമ്മൾ കാർബ് റീഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. യുനോ ലൈക്ക് അതിനകത്ത് കുറേ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നില്ല അത് മോശമാണ്, ഇത് തെറ്റാണെന്ന്. പക്ഷേ നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ആൻസിസ്റ്റേഴ്സായിട്ട് കാർബ് ഈറ്റേഴ്സാണ്. പിന്നെ നമുക്ക് ഇവിടെ അത്രയും നല്ല ഫാറ്റ് സോഴ്സസ് ഇല്ല. പുറത്തെ കൺട്രിയിലെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് നല്ല ക്വാളിറ്റി ചീസ് ഉണ്ട്, ടോഫൂസ് ഉണ്ട്, പനീർസ് ഉണ്ട്, ദേ ഹാവ് ലോട്ട് ഓഫ് മിൽക്ക് പ്രൊഡക്ട്സ്. നമ്മൾ അത്രയും ഫാറ്റ് യൂസ് ചെയ്യുന്നവർ പോക്കൊക്കെ അവരുടെ ബേക്കണൊക്കെ ഭയങ്കര ഫാറ്റ് ആണ്. സോ വി ഡോണ്ട് ഹാവ് ദാറ്റ്. സോ വി കനോട്ട് ഗിവ്. ആൻഡ് നമ്മുടെ ബോഡി ടൈപ്പും അങ്ങനത്തെ അല്ല. ശരിക്കും പറഞ്ഞാൽ carb is not bad, right? അതും കാർബ് ഈസ് ദ പ്രൈമറി സോഴ്സ്. പ്രൈമറി സോഴ്സ്. ഇത് കാർബിനോട് എന്തോ വിരോധാണ് മനുഷ്യർക്ക്. അതെ, ചോറ് കഴിക്കാൻ പാടില്ല എന്നൊക്കെ ചപ്പാത്തി കഴിച്ചാൽ സെയിം തിങ് എക്സാക്ട്ലി. ഇത് കാലറി ഇൻ കാലറി ഔട്ട് ആണ്. അതിനകത്ത് നമ്മൾ പിന്നെ അതിനകത്തൊരു ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതായത് ബോഡി എത്രത്തോളം നമ്മുടെ ബോഡി എത്ര ഫാസ്റ്റിലാണത് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. വളരെ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ യു ആർ ഹാവിങ് എ ബനാന ഓർ എ വീറ്റ് ബ്രെഡ്, ഇറ്റ് വിൽ ടേക്ക് ബോഡിയിൽ ചെന്ന് ഡൈജസ്റ്റ് ആയി അതിൽ നിന്ന് ഷുഗറും കാർബോഹൈഡ്രേറ്റ്സ് ലൈക്ക് ഗ്ലൂക്കോസ്. സോ ബോഡി അത് റിസീവ് ചെയ്യാൻ 2 to 3 hours എടുക്കാം. നേരെ മറിച്ച് ഐസ്ക്രീമും കാർബ്സ്, ബട്ട് നാക്കിൽ വെക്കുമ്പോൾ തന്നെ ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടിങ്. യു അണ്ടർസ്റ്റാൻഡ്? സോ പെട്ടെന്നൊരു സഡൻ സോഴ്സ് ഓഫ് എനർജി വന്നു, ആ ബോഡിയിലേക്ക് വന്നു. ആൻഡ് ബോഡി ഈസ് ആസ്കിങ് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഞാൻ ടി വി ആണ്. അപ്പോൾ ഇന്ന് വേണ്ടേ, അത് ഞാൻ നോക്കാം. അപ്പോൾ ബോഡി പ്രൈമറി സ്റ്റോറേജ് ആയിട്ടുള്ള മസിലിലും ലിവറിലും സ്റ്റോർ ചെയ്യും. ഇതാണ് പ്രൈമറി സ്റ്റോറേജ്. മസിൽ ആൻഡ് ലിവറിൽ പ്രൈമറി സ്റ്റോറേജിൽ ഈ വന്നേക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് സ്റ്റോർ ചെയ്യും. അടുത്ത ദിവസവും ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ പെർമനന്റ് സ്റ്റോറേജിലേക്ക് പോകും. ദാറ്റ് ഈസ് യുവർ ബെല്ലി, ദാറ്റ് ഈസ് ക്യാൻ ബി യുവർ ചീക്ക്, ദാറ്റ് ക്യാൻ ബി യുവർ തൈ. സോ ഇറ്റ്സ് ലൈക്ക് പ്രൈമറി സ്റ്റോറേജിൽ യൂസ് ചെയ്തിട്ട് പിന്നെയും പിറ്റേ ദിവസം, അതായത് നമ്മൾ ഒരു കാറ് വാങ്ങിയിട്ട് എല്ലാ ദിവസവും 5 ലിറ്റർ പെട്രോൾ അടിച്ചിട്ട് ഓടിക്കാതെ ഇടുക എന്ന് വിചാരിക്കും. പിറ്റേ ദിവസം വരുന്നു 5 ലിറ്റർ പെട്രോൾ, പിറ്റേ ദിവസം വരുന്നു. കാറിലാകുമ്പോൾ ഓവർഫ്ലോ ചെയ്യും, നമ്മുടെ ബോഡിയിൽ ഓവർഫ്ലോ ചെയ്യാൻ സ്ഥലമില്ല. സോ ഇറ്റ് വിൽ ബി ഗെറ്റ് ഡെപ്പോസിറ്റഡ്. സോ ദ ബോഡി നമ്മുടെ പണ്ട് തൊട്ട് ആൻസിസ്റ്റേഴ്സായിട്ട് വലിയൊരു സ്റ്റോറി ഉണ്ട്. ഞാനത് പണ്ട് വായിച്ചതാണ്, അതിൻ്റെ ഫാക്ട് ചെക്ക് ചെയ്യാൻ ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ പണ്ട് ഭയങ്കര ഫാറ്റ് ഫ്രീ ആൾക്കാരായിരുന്നു, ഭയങ്കര ഫാറ്റ് ഇല്ലാത്ത ഹണ്ടേഴ്സ് ആൻഡ് ഗാദറേഴ്സ് ആയിട്ടുള്ള ഭയങ്കര ലീൻ ആയിട്ടുള്ള ആൾക്കാർ. 20 കിലോമീറ്റർ 25 കിലോമീറ്റർ എല്ലാ ദിവസവും ഓടണം ഫുഡ് വേണമെങ്കിൽ. അപ്പോൾ ബെറി പിക്ക് ചെയ്യണം. നമ്മൾ ഫുഡ് ചെയിനിൽ ഏകദേശം മിഡില്ല, മുകളിലുള്ള ഒരുപാട് ആൾക്കാരൊക്കെ വേറെ ഉണ്ടായിരുന്നു മൃഗങ്ങളിൽ. പിന്നെ ഒരു ഫാമിൻ വന്നു, വരൾച്ച വന്നു. കുറച്ച് പെർസെൻറ്റേജ് ഓഫ് ഫാറ്റ് ഉള്ളവർ സർവൈവ് ചെയ്തു, ലീൻ ആയിട്ടുള്ളവർക്ക് വേറെ ഡെപ്പോസിറ്റ്സ് ഉണ്ടായിരുന്നില്ല. സോ ദേ ഡെഡ് ഫാസ്റ്റ്. സോ ബോഡി പിന്നെ അതിൽ നിന്ന് നമ്മൾ എവല്യൂഷൻ സംഭവിച്ചു വന്നവർ ഫാറ്റി ആയിട്ടുള്ളവർക്ക് ചെറിയ ബോഡി ഫാറ്റ്സ് പോക്കറ്റ്സ് വെച്ച് തുടങ്ങി. ഇനി എങ്ങാനും ഒരു ഫാമിൻ വന്നാൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജും അങ്ങനെയാണ്. നമ്മുടെ ലൈക്ക് ഫ്രിഡ്ജിൽ നമുക്ക് ആ ഒരു ടെൻഡൻസി ഇല്ലേ, ഫ്രിഡ്ജിൽ കുറച്ച് സാധനങ്ങൾ സ്റ്റോർ ചെയ്യുക. ദാറ്റ് സ്റ്റോറിങ് ടെൻഡൻസി ഹ്യൂമൻ ഹാഡ് ഫ്രം ബിഫോർ. എനിക്കിത് കഴിക്കണം, ഇതിപ്പോൾ എനിക്ക് വേണ്ടി വന്നാലോ എന്നൊക്കെ ഉള്ളത്. പണ്ട് അങ്ങനെയല്ല, സ്കാർസിറ്റി മെന്റാലിറ്റി. സോ ബോഡി അതേപോലെ തന്നെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? ബോഡിക്ക് അറിയില്ല ഒരിക്കലും ഇങ്ങനെ
ഉള്ളത് തന്നെ കൂടുതലാണ്. പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു രീതിയിലേക്ക് നമ്മുടെ ബോഡി എവോൾവ് ചെയ്ത് കഴിഞ്ഞു. ചിലവരുടെ മെറ്റബോളിക്കലി ഭയങ്കര ബ്ലസ്ഡ് ആയതുകൊണ്ട് ചിലവർ എന്ത് കഴിച്ചാലും ശരീരത്ത് വരാതെ. എനിക്ക് ഇഷ്ടമല്ല അങ്ങനത്തെ മനുഷ്യനെ. സോ യാ, അപ്പോൾ അതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോറേജ് ആണ് പ്രശ്നം. സോ എനർജി ഇൻ എനർജി ഔട്ട് എന്നുള്ള ബേസിക് കോൺസെപ്റ്റ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റിയും തമ്മിലൊരു ഇക്വിലിബ്രിയം ഉണ്ടെങ്കിൽ യു ഡോണ്ട് ഗെറ്റ് പുട്ട് ഓൺ വെയിറ്റ് അങ്ങനെ. സോ യു മേക്ക് ഷുവർ ദാറ്റ് വോളണ്ടറിലി ചെയ്യണം കേട്ടോ, ഇൻവോളണ്ടറി അല്ല. നമ്മൾ അതിന് വേണ്ടിയിട്ടൊക്കെ ചിലവർ പറയും, ഞാൻ നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു ജിമ്മിൽ വർക്ക് ചെയ്യുമ്പോൾ 2012 അവിടെ ട്രെഡ്മില്ലിൽ ടി വി ഉണ്ട്. അപ്പോൾ കുറച്ച് ആൾക്കാർ, ഞാൻ ഇന്ന ജെൻഡർ എന്നൊന്നും പറയുന്നില്ല, സീരിയൽ കാണാൻ വരും. 7 മണിയാകുമ്പോൾ വന്നിട്ട് 8 മണി വരെ നടക്കും സീരിയൽ കണ്ടുകൊണ്ട്. ഇവർക്ക് ആ സീരിയൽ ഇല്ലാതെ 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇവർ കിതച്ചു കൊടുക്കുന്ന ആൾക്കാരാണ്. പക്ഷെ വെള്ളമുണ്ട്. അപ്പോൾ സോ ദാറ്റ് ഈസ് ആൻ ഇൻവോളണ്ടറി ആക്ടിവിറ്റി. ഇപ്പോൾ ചിലവരുണ്ട്, ഞാൻ അടുക്കളയിൽ ഇങ്ങനെ കുറേ നേരം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഞാൻ എൻ്റെ സൈറ്റിൽ ഇത്രയും നടക്കുന്നുണ്ട്, ഞാൻ അവിടെ പോകുന്നുണ്ട് എൻ്റെ വർക്കിന്, പക്ഷെ എൻ്റെ തടി കുറയും. ബട്ട് ഐ തിങ്ക് ദാറ്റ് ദർ വിൽ ബി എ കാലറി ബേൺ, ബട്ട് യു ഷുഡ് ഇതിന് വേണ്ടി സമയം കൊടുക്കണം. മനസ്സിലായോ? എന്നാലേ മാക്സിമം അതിൽ നിന്ന് ഔട്ട് കിട്ടത്തുള്ളൂ. എക്സാക്ട്ലി. യു ഷുഡ് ഇൻവെസ്റ്റ്. ഇത് എൻ്റെ വർക്കൗട്ടിനുള്ള സമയമാണ്. മനസ്സിലായോ? സോ ഇമാജിൻ ലൈക്ക് കുറച്ച് സമയം കിട്ടി, യു ആർ സ്ലീപ്പിംഗ് ലൈക്ക് ദിസ്, യു ഗോട്ട് എ സ്ലീപ്പ്, ബട്ട് ഈസ് ദാറ്റ് എ ഗുഡ് സ്ലീപ്പ്? നോ. യു നീഡ് എ ഫ്ലാറ്റ് ലൈ ഡൗൺ യുവർ ബെഡ്, ഗുഡ് സ്ലീപ്പ്. എക്സാക്ട്ലി. അതിലാണ് ഇത് ഓക്കെ, ദിസ് ഈസ് ഓക്കെ, you got some rest, but the sleep is when you go to your bed, sleep come up properly, adana sleep. So same with the workout എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ അതിന് വേണ്ടിയിട്ടൊരു ടൈം കണ്ടെത്തണം. അതൊരിക്കലും that's the ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്താണോ നിങ്ങൾ ചെയ്യുന്ന ക്രാഫ്റ്റ് എന്തായിക്കോട്ടെ, ആക്ടിങ്, ഡാൻസിങ്, IT, ടീച്ചർ, ഫിറ്റ്നസ്, എന്തോ ആയിക്കോട്ടെ, അതിന് നിങ്ങൾ ഒരു പ്രോപ്പർ ഹെൽത്ത്, അതിന് നിങ്ങൾ സീരിയസ് ആണെങ്കിൽ യു ഷുഡ് നീഡ് എ ഗുഡ് ഈറ്റിംഗ് ആൻഡ് എ വർക്കൗട്ട് റൂട്ടീൻ. സോ ദാറ്റ് അല്ലാതെ നിങ്ങൾ ചെയ്യുന്ന കാര്യം തന്നെ നിങ്ങളത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദർ വിൽ ബി എ പോയിന്റ് യു വെയർ ഔട്ട്, ദർ വിൽ ബി എ പോയിന്റ് നിങ്ങളുടെ പെർഫോമൻസ് സ്റ്റാഗ്നൻ്റ് ആവും, ദർ വിൽ ബി എ പോയിന്റ്. സോ ഇപ്പോൾ നല്ല ടെന്നീസ് പ്ലേയേഴ്സ് ആണെങ്കിൽ ഏത് സ്പോർട്ട് എടുത്താലും, ഏത് എന്താ പറയുക അത്ലറ്റിക് ആണെങ്കിലും, ദേ ഹാവ് എ strength training day, they have a cardiovascular day, they have a recovery day. ഇതെല്ലാം ഉണ്ട്. അല്ലാതെ എല്ലാ ദിവസവും ഉസൈൻ ബോൾട്ട് 10 സെക്കൻഡ് ഓടലല്ല ചെയ്യണേ. മനസ്സിലായല്ലേ? എല്ലാ ദിവസവും പുള്ളി ആ ഒരു എന്ന് പറയണല്ലോ, എത്ര എൻ്റെ 10 വർഷം ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഈ 9.46 സെക്കൻഡ്സിൽ ഫിനിഷ് ചെയ്തതെന്നുള്ള ഇത്. സോ ഐ തിങ്ക് ദ ബിഗ്ഗസ്റ്റ് ലെസൺ ഫോർ ടുഡേ ഈസ് എല്ലാത്തിൻ്റെ ഒരു ബാലൻസ് വേണം. എവറിത്തിങ് ഗോസ് ഹാൻഡ് ഇൻ ഹാൻഡ്. ഓവർ കോംപ്ലിക്കേറ്റ് ചെയ്യരുത്. ഇത് ഇറ്റ്സ് സിമ്പിൾ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഭയങ്കര എല്ലാം, ഞാൻ അതുകൊണ്ടാണ് ഇന്ററപ്റ്റ് ചെയ്തത്. എല്ലാത്തിന്റെ ബാലൻസ് വേണം. ഇറ്റ്സ് റിയാലിറ്റിയിലാണെങ്കിൽ അത്ര പോസിബിൾ അല്ല. പറ്റുന്ന കാര്യം ചെയ്യുക. കുറച്ച് സമയം കിട്ടി, 5 സെറ്റ് 5 reps പുഷപ്പ് ചെയ്തു, ഗുഡ്. അത് പോസ്റ്റ്പോൺ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ്സ് ടൈം ഈസ് ഗോൺ. രാവിലെ എഴുന്നേറ്റു, വാക്കിങ്ങിന് പോയി, ഗുഡ്. സോ ജെയിംസ് ക്ലിയർ പറയുന്ന ഒരു കാര്യമുണ്ട്, കോമ്പൗണ്ടിങ്. അതായത് ഇപ്പം ഞാൻ നന്നായിട്ട്, ഇപ്പോൾ ഞാൻ 5 ദിവസം, ഒരു മാസത്തിൽ 5 ദിവസം പോയി വെയിറ്റൊക്കെ പുഷ് ചെയ്തു, 2 മണിക്കൂർ പോയി വർക്കൗട്ട് ചെയ്തു. അതിൽ എഫക്റ്റീവാണ് ഒരാൾ 30 മിനിറ്റ്സ് എല്ലാ ദിവസവും ചെയ്തേക്കുന്നത്, മോഡറേറ്റ് പേസിലുള്ള വർക്കൗട്ട്. സോ എപ്പോഴും സസ്റ്റൈനബിൾ ആയിട്ട് ചെയ്യാൻ നോക്കുക, അത് മീൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ നോക്കുക. എല്ലാ ദിവസവും പോയി ഫെറ്റീഗായി ബേൺ ഔട്ട് ആവണമെന്നില്ല. ഒരിക്കലും നിങ്ങളുടെ നല്ല വർക്കൗട്ട് മാക്സിമം ബേൺ ഔട്ടായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുന്നതാണ്. നല്ലൊരു വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാളെ അത്ര അധികം ക്ഷീണവും പരിപാടികളൊന്നും ഉണ്ടാവില്ല. യു വിൽ ഫീൽ ഫ്രഷ്. പിന്നെ ദർ ഇസ് നോ പോയിന്റ് ഓഫ് വർക്കിംഗ് ഔട്ട്. നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ അയ്യോ എനിക്ക് വയ്യ വർക്കൗട്ട് ചെയ്ത്, അത് ദാറ്റ്സ് നോട്ട് സസ്റ്റൈനബിൾ ആൻഡ് ദാറ്റ്സ് നോട്ട് വർക്കിംഗ്, ദാറ്റ്സ് നോട്ട് ഇറ്റ്സ് സപ്പോസ് ടു ബി. നാളെ നിങ്ങളുടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജോലി ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യണം. മനസ്സിലായോ? അപ്പം സസ്റ്റൈനബിൾ ആയിട്ടുള്ള, ഡോണ്ട് ഓവർ കോംപ്ലിക്കേറ്റ് തിങ്സ്, സസ്റ്റൈനബിൾ ആയിട്ട് ചെയ്യുക. റെസ്റ്റ് ഡേനെ കുറച്ച് കാണരുത്, ഉറങ്ങുക, അത് മാത്രം ചെയ്യരുത്. നല്ല ഫുഡ് കഴിക്കുക. അതെ, ഏൺ യുവർ സ്ലീപ്പ്, ദാറ്റ്സ് എ ഗുഡ് പോയിന്റ്. ആൻഡ് ഓവറോൾ മേക്ക് ഇറ്റ് എ ലൈഫ് സ്റ്റൈൽ, അല്ലേ?
ലൈഫ് Yeah, സ്റ്റൈൽ എക്സാക്ട്ലി അത് നിങ്ങളുടെ പാർട്ട് ഇപ്പൊ ബ്രഷ് ചെയ്യണ പോലെയും അത് നിങ്ങളുടെ ലൈഫിന്റെ ഒരു പാർട്ട് ആക്കണം. ആൻഡ് യു ഷുഡ് ലൈക്ക് യുനോ അതിപ്പോ ഒരു പോയിന്റ് വരെ ഇപ്പൊ മുഹമ്മദ് അലിനെ കണ്ടിട്ടോ മൈക്ക് ടൈസനെ കണ്ടിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിറ്റ് ആയിട്ടുള്ള ഒരാളെ കണ്ടിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നത്, ദാറ്റ്സ് എ ഫസ്റ്റ് സ്റ്റെപ്പ്, ലൈക്ക് ഒരു ഫൾക്രത്തിന്റെ ഒരു ഫസ്റ്റ് ചെയിൻ ആണ്. ബട്ട് അത് ഹാബിറ്റ് ആക്കിയാൽ മാത്രമേ നമുക്കത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഹാബിറ്റ്, ഇറ്റ് ഷുഡ് വയേർഡ് ഇൻ യു. മനസ്സിലായത്? അതിന്റെ റിവാർഡ് പിന്നെ സ്റ്റാർട്ട് ലവിങ് യുവർ സെൽഫ് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ നമ്മൾ എങ്ങനെയാണോ അതിന് ഇഷ്ടപ്പെട്ട് തുടങ്ങുക, എന്നിട്ട് എനിക്ക് ബെറ്റർ ആവണമെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഇപ്പൊ യു ആർ സ്റ്റാർട്ട് ഹേറ്റിംഗ് യു ഡോണ്ട് ഗെറ്റ് ലൈക്ക് ഒരു പോയിന്റിലും ഇഷ്ടപ്പെട്ട് തുടങ്ങുമെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ ഐഡിയൽ ഫിഗർ എപ്പോഴും 2 സ്റ്റെപ്പ് മുമ്പിലായിരിക്കും. സെൽഫ് ലവ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ബിലീഫ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഭയങ്കര ബിലീഫിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. യു ഷുഡ് ബിലീവ് ഇറ്റ് ഈസ് പോസിബിൾ ആൻഡ് യു ഷുഡ് ബിലീവ് ഇൻ യുവർ സെൽഫ്. ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. കുഞ്ഞ് ചേഞ്ച് ആണെങ്കിലും അതിനൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. അതിപ്പോൾ എന്തെങ്കിലും എന്താ പറയുക, 20 സെക്കൻഡ് പ്ലാൻ ചെയ്തിരുന്ന ഞാൻ 30 സെക്കൻഡ് ആയി, ഓ അത്ര ഇമ്പ്രൂവ് ആയല്ലേ, കൊള്ളാമല്ലോ, ചേഞ്ചസ് അപ്പം ഉണ്ട്, ഗുഡ് ജോബ്. അത് തന്നെ പറയണം. പിന്നെ പുറത്തുനിന്നുള്ള റിവാർഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ നിൽക്കണ്ട. ചിലപ്പോൾ എല്ലാവരും ഭയങ്കര തിരക്കും കാര്യങ്ങളും, എല്ലാവർക്കും അവരുടെ കാര്യങ്ങൾ തന്നെ നോക്കാൻ പറ്റണം. ചിലപ്പോൾ നമ്മുടെ ഇമീഡിയറ്റ് ആയിട്ടുള്ള അടുത്ത് നിന്ന് കിട്ടിയെന്നും വരില്ല. സ്റ്റേ ഹാപ്പി ഇൻ യുവർ സെൽഫ് ആൻഡ് ട്രൈ ടു ബിലീവ് ദാറ്റ് ഇറ്റ് ഈസ് പോസിബിൾ. ആൻഡ് യു സീ യുവർ സെൽഫ് ഇൻ ദാറ്റ് ഫിറ്റ് സോൺ. അത് വിഷ്വലൈസ് ചെയ്യുക, പറ്റും എന്ന് തന്നെ വിചാരിക്കുക. ആൻഡ് യു ഷുഡ് ബി ആൻ എക്സാമ്പിൾ ഫോർ യുവർ partner, you should be an example for your parents, your siblings, your kids, whoever it may be. You are giving a silent message. മനസ്സിലായല്ലേ? Like how your father. എക്സാക്ട്ലി അതൊരു സെൽഫ് റെസ്പെക്ട് നമ്മളിൽ തന്നെ ഉണ്ടാക്കും. അപ്പോൾ ഒരിക്കലും അത് സെൽഫ് റെസ്പെക്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ നമുക്ക് അറിയാൻ പറ്റും, നമ്മുടെ ബോഡി തന്നെ ഒരു സാധനത്തെ തൊടുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും, അയ്യോ എനിക്ക് വേണ്ട സാധനമല്ല, ഇത് ഞാൻ കഴിക്കത്തില്ല. അല്ലെങ്കിൽ ഇതെനിക്ക് എൻ്റെ ഒരു സർക്കിളല്ല, ഇവിടെ ഐ ഡോണ്ട് ബിലോങ് ഹിയർ because it's not me. Then പല കാര്യങ്ങളും it's a natural protective system. If you are like, ഇപ്പോൾ ഞാൻ പല സ്ഥലങ്ങളിൽ എനിക്കും ആണെങ്കിലും കംഫർട്ടായിട്ടുള്ള സ്ഥലത്തൊന്നല്ല, ഐ ഫങ്ഷൻ ഇൻ സച്ച് എ വേ ദാറ്റ് ഐ ഷുഡ് പ്രൊട്ടക്ട് മൈ സെൽഫ്. പ്രൊട്ടക്ഷൻ എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഹെൽപ്പിംഗ് മീ, ഇറ്റ് ഈസ് നോട്ട് വാട്ട് ഐ വാണ്ട്. ഇറ്റ് ഈസ് ലൈക്ക് ഒരു ഓവർനൈറ്റ് നിന്നിട്ടുള്ള ഒരു പരിപാടിക്കൊന്നും എനിക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ ഭയങ്കര അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് സ്റ്റൈൽ എനിക്ക് പറ്റില്ല. ചിലപ്പോൾ എനിക്കൊരു ആൽക്കഹോളോ ഒരു സ്മോക്കിംഗ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എനിക്ക് ഇൻവോൾവ് ആവാൻ പറ്റാറില്ല. കാരണം ഐ എം വെരി കംഫർട്ടബിൾ ഇൻ ദ വേ ഐ ആം. യു അണ്ടർസ്റ്റുഡ്? സോ ഐ കനോട്ട് ആൻഡ് ഞാൻ നമ്മൾ എന്നോട് തന്നെ ഭയങ്കരമായിട്ട് അക്കൗണ്ടബിളാണ്. മനസ്സിലായല്ലേ? അപ്പം നാളെ എനിക്കത് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അത് ഇറ്റ് ഈസ് സോ വെരി കണക്റ്റഡ്. ലൈക്ക് എൻ്റെ കോൺഫിഡൻസിനെ അത് ബാധിക്കാം, എൻ്റെ സെൽഫ് റെസ്പെക്റ്റിനെ ബാധിക്കാം. നാളെ ഞാൻ മേഘയോട് പറയാണ് അത് ഇപ്പം എന്തെങ്കിലും മദ്യപിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തണം, അത് ഹെൽത്തിന് ഇതാകും, ആൽക്കഹോൾ ഒരു ഫോറിൻ ബോഡിയാണ്, നമ്മുടെ ബോഡിക്ക് വേണ്ട, അത് ഫാറ്റ് കൺസ്യൂം ചെയ്യും, നമ്മുടെ ബാക്കി മെറ്റബോളിക് പ്രോസസ്സൊക്കെ. പിറ്റേ ദിവസം മേഘ എന്നെ ബാറി കണ്ടു കഴിഞ്ഞാൽ ഇയാളല്ല ആ ഒരു സാധനമല്ലേ. സോ യു ഹാവ് ടു പ്രാക്ടീസ് വാട്ട് യു പ്രീച്ച് ആൻഡ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ്സ് എ കോച്ച് ആസ്പെക്ട്. ആൻഡ് നിങ്ങളിൽ തന്നെ വിശ്വാസം കണ്ടെത്തുക, നിങ്ങൾ അക്കൗണ്ടബിൾ ആവുക, ചെറിയ കാര്യങ്ങൾ ചെയ്യുക, കുട്ടി കാര്യങ്ങൾ ചെയ്യുക, സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. രാത്രിത്തെ മീല് കുറച്ച് നേരത്തെ ആക്കുക, പ്രോസസ്ഡ് ഷുഗർ കഴിക്കാതിരിക്കുക എന്നുള്ളൊരു ഇതെടുക്കുക. ആൻഡ് ഡോണ്ട് ഓവർ ഡു ഇറ്റ്. മനസ്സിലായി? ഒത്തിരി ഹാർഡായിട്ട് പുഷ് ചെയ്യണം. നമ്മൾ നാളെ ഒരു ബോക്സിങ് ഇവൻറ്റിനൊന്നും ചെയ്യാൻ നിൽക്കുന്ന ഒരാൾക്കാരല്ല, നമ്മൾ സാധാരണ മനുഷ്യരാണ്. ഇൻസ്റ്റഗ്രാമിൽ കാണുന്നത് ഇത് വെരി ഇമ്പോർട്ടൻ്റ് കേട്ടോ. സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും കാണുന്ന പോലെ നാളെ ആ ഒരു ഫിഗറിലേക്ക് എത്താനോ നമ്മളാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്, നമുക്ക് നമ്മുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസും ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. ആ ലിമിറ്റിൽ നിന്നുകൊണ്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിൻ്റെ റിവാർഡ് എടുക്കുക. നെവർ എവർ കമ്പയർ യു. I think that's a very big point. Self love ഉണ്ടെങ്കിലേ നമുക്ക് നമ്മളെ we can keep pushing ourselves. Don't hate yourself അല്ലേ? Exactly. പുഷ്. അപ്പം I think ഇന്നത്തെ ഒരു ടേക്ക് അവേ അതായിരിക്കും. I feel like ഒരിക്കലും നമ്മളെ വേറൊരാളായിട്ടോ കാരണം they are going through their journey. Their journey is different. They might have very good thing on the other side. They will have like something we don't know, but we just see the 30-second reel and like, oh ഭയങ്കര സംഭവമായിട്ട് വരും. But we don't know what there is no behind the stage for everything. So it took me 10+ years to come to a space and talk about it. But എൻ്റെ ഒരു ഹസിൽ പീരീഡ് ഉണ്ട്. ഞാൻ പല സ്ഥലങ്ങളിൽ
ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ സ്റ്റക്കായി നിന്നേക്കുന്ന സ്ഥലങ്ങളുണ്ട്. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഐ എം സോ ഗ്ലാഡ് ദാറ്റ് ഇപ്പോൾ ഒരു പോയിന്റിൽ അത് നാച്ചുറലി എനിക്ക് വരുന്നുണ്ടല്ലോ. ഒരു നോർമൽ ഡേയിൽ എനിക്കിത് സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ, എനിക്കൊരു ക്യാമറയെ ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ആൻഡ് ഇറ്റ് കംസ് ഫ്രം the belief, the fitness, and a lot of things. And I'm talking about the subject which I like more than I know, which I'm passionate about, and I'm ready to make mistake. ഞാൻ ഫെയിലിയർ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എത്ര പെട്ടെന്ന് ഫെയിൽ ആവുന്നു അത്രയും പെട്ടെന്ന് നമുക്ക് ബൗൺസ് ബാക്ക് ചെയ്ത് കറക്റ്റ് ചെയ്ത് വരാൻ പറ്റും. ഇഫ് യു ആർ നോട്ട് ഫെയിലിംഗ്, ഇറ്റ് മീൻസ് ദാറ്റ് യു ആർ നോട്ട് ഡൂയിങ് ഇനഫ് ഓർ നോട്ട് ഡൂയിങ് റൈറ്റ്. സോ ഇതിനകത്താണെങ്കിൽ ഞാൻ തെറ്റ് ചെയ്തിട്ട് തന്നെ വർക്കൗട്ടൊക്കെ പഠിച്ച ഒരാളാണ്, അത് കറക്റ്റ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് ഒരു റൂമിലേക്ക് വരുമ്പോഴേക്കും I cannot unsee somebody doing wrong. Yeah. And there is one more thing about fitness. തെറ്റ് ചെയ്യാനാണെങ്കിൽ ഒരു 15 രീതിയിൽ നിങ്ങൾക്ക് തെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ കറക്റ്റ് ഒന്നേ ഉള്ളൂ. ഒരു പ്രാവശ്യം കറക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കറക്റ്റേ ഉള്ളൂ, അതിൽ നിന്ന് നമുക്ക് മാറി തെറ്റിക്കാൻ പറ്റില്ല. That's why you should be strong in basics and fundamentals of fitness. അത് റൈറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ then there is no need, you will be like very self-sufficient. That will reward. That is അത് റിവാർഡ് ചെയ്ത അടുത്ത സ്റ്റെപ്പ് then you will start talking about good things to your ഇഷ്ടമുള്ള ആളുകളോട്. And whatever your attitude will be. സർക്കിൾ അല്ലേ, എല്ലാം ഒരു സർക്കിൾ ആണ്. എനിക്കിപ്പോൾ ഐ ഫീൽ ലൈക്ക് ടുഡേസ് ആഫ്റ്റർ ഐ ടോക്ക് ടു യു എനിക്ക് ഭയങ്കര ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഡോണ്ട് കമ്പയർ യുവർ സെൽഫ്, അപ്രീഷിയേറ്റ് യുവർ സ്മോൾ വിൻസ്, ആൻഡ് മേക്ക് ഷുവർ യു keep trying to be better. Everything matters and keep trying to be better. And don't take your health for granted. It's an investment. And that's exactly, don't take it for granted. കാരണം എനിക്കറിയാം, വളരെ ഞാൻ പല ആൾക്കാരെ ട്രെയിൻ ചെയ്യുന്നുണ്ട്, പല ഹെൽത്ത് കണ്ടീഷനുള്ള ആൾക്കാരെ ചെയ്യുന്നുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ റിവേഴ്സിബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ അവരവരുടെ എക്സ്പീരിയൻസ് ഫസ്റ്റ് ഹാൻഡ് ഷെയർ ചെയ്യുമ്പോൾ ഐ ഫീൽ ലൈക്ക് സോ ബ്ലെസ്ഡ്. ലൈക്ക് നമുക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ പോയി ചൂസ് ചെയ്ത് കഴിക്കാൻ പറ്റുന്നുണ്ട്, നമ്മുടെ മൂവ്മെൻ്റ് ഒന്നും റെസ്ട്രിക്റ്റഡ് അല്ല, നമുക്ക് ഇത്ര മെഡിസിൻസ് എടുക്കണ്ട, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അത് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയതുകൊണ്ടാണ് അതിൻ്റെ റൈറ്റ് ഏതാ എനിക്ക് പറയാൻ പറ്റാത്തത്. സോ ഐ എം സെയിങ് ദാറ്റ് ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ സഫറിങ്. വി ആർ സോ ബ്ലെസ്ഡ്. കണ്ണുള്ളപ്പോഴേ കണ്ട് കാഴ്ച അറിയുള്ളൂ എന്ന് പറയില്ലേ. അപ്പോൾ അത് വെച്ചൊക്കെ നോക്കുമ്പോഴത്തേക്കും എന്താ ഇത്, നമ്മൾ we are taking this for a ride just like that. Body is a temple, respect it. Exactly. This is the place where you live. It's not your home. This is where you live. You are carrying it everywhere. And you should protect it. You should respect it. You should treat it well. And that is the most important thing. That's അതൊരു ജസ്റ്റിസ് ആണ് നമ്മുടെ ബോഡിക്ക് കൊടുക്കാൻ പറ്റിയത്. ആൻഡ് ദാറ്റ്സ് ദ ജസ്റ്റിസ് ഫോർ നിങ്ങളുടെ ഇഷ്ടപ്പെടുന്നവർക്കും വേണ്ടി. കാരണം നിങ്ങൾ അൺഹെൽത്തി ആയാലും നിങ്ങളുടെ വീക്ക്നെസ്സും അത് എക്സാക്ട്ലി മെന്റലി ആൻഡ് ഫിസിക്കലി ദേ വിൽ ഗെറ്റ് അഫക്റ്റഡ്. നിങ്ങൾക്കൊരു സപ്പോർട്ട് വേണ്ടി വരുന്നത് നിങ്ങൾ അപ്പോൾ എപ്പോഴും നിങ്ങൾ സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നാളെ നിങ്ങളുടെ പാർട്ട്ണറിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെയോ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവും. മനസ്സിലായില്ലേ? I think on that note, very important note, I would say, ഇത്രയും പറഞ്ഞതിൽ don't take it for granted. It's not just harming you, it's harming everybody around. Exactly. And you are giving message to the public or like to the very close. See, ഞാനൊരു ട്രെയിൻ ചെയ്തൊരു എൻ്റെ ഒരു ക്ലയൻ്റ് ഉണ്ട്, ലേഡി. So it's a long story that I make it short. Like she started training 10 years ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല. She's an orthodox woman, like sitting at home in Dubai, GCC. കുട്ടികൾ 3 പേരെ നോക്കി അങ്ങനെ വേറെ ഒന്നുമില്ല, നെറ്റ്ഫ്ലിക്സ് ആൻഡ് ചിൽ. ഷീ സ്റ്റാർട്ടഡ് ട്രെയിനിങ് ആൻഡ് ഷീ സെയ്ഡ് സംതിങ് ദാറ്റ് മൂവ്ഡ് മീ എ ലോട്ട്. ഷീ സെയ്ഡ് ദാറ്റ് ഫസ്റ്റ് അവരുടെ പിക്ചേഴ്സോ മെഷർമെൻറ്റ്സോ അയക്കില്ല, ദാറ്റ് ദെയർ റിലീജിയൻ ഈസ് നോട്ട് ഷീ ഈസ് നോട്ട് ഓക്കെ വിത്ത് ദാറ്റ്. Yeah. After some time she started saying, I lost this much of weight, and something, coach, my kids start respecting me more. The kids start valuing me more. The attitude of my husband towards me different. My husband hugged me last day and I felt so good. Like, I never been that comfortable. And പുള്ളിക്കാരി ഇവിടെ വന്നു രണ്ടാമത് like she masters ചെയ്തു psychology and she traveled around. From that, see, ഞാൻ പറഞ്ഞ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നില്ല, that the prime mover was the fitness.
So she got respect, and the kids were like, they started eating healthy. They start talk about it. They and she's ഞാനപ്പോൾ അവർക്ക് ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു, എല്ലാ ദിവസവും 8K സ്റ്റെപ്പ് ടു 10K സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യണം. ഷീ സ്റ്റാർട്ടഡ് വാക്കിംഗ് ഓൺ ദ അപ്പാർട്ട്മെന്റ്. അപ്പോൾ അവിടുന്ന് അപ്പോൾ രണ്ടുപേര് വേറെ ജോയിൻ ചെയ്തു. പിന്നെ നൗ ദർ ഇസ് എ വാക്കിംഗ് ക്ലബ്. സോ ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് എ ചെയിൻ റിയാക്ഷൻ. സോ യു ഇൻഫ്ലുവൻസ് ദ ഇമ്മീഡിയറ്റ് പീപ്പിൾ ദ വേ യു ആർ. പിന്നെ നിങ്ങളുടെ അഗ്രഷൻ കുറയും, നിങ്ങളുടെ മൈൻഡ് കുറെ കൂടെ ക്ലിയർ ആവും. യു ഡോണ്ട് ഹാവ് ഇനഫ് സ്പേസ് ഫോർ റബിഷ്നെസ് ആൻഡ് സ്റ്റുപ്പിഡിറ്റി. സോ യു വിൽ ബി ഓക്യുപ്പൈഡ്. അപ്പോൾ ഇതെല്ലാം ഫിറ്റ്നസിൻ്റെ ആരും ഒന്നല്ല, വളരെ കുറച്ച് ആൾക്കാർ മാത്രം എക്സ്പ്ലോർ ചെയ്തേക്കുന്ന മേഖലകളാണ്. അവിടെയാണ് എനിക്കിഷ്ടം. ഒരിക്കലും ബിഫോർ ഞാൻ ഇങ്ങനെയായിരുന്നു, ആഫ്റ്റർ ഞാൻ ഇത്ര കിലോ കുറഞ്ഞു. മേ ബി യു ആർ ഡിപ്രസ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ്, ഈവൻ ദോ ഇൻ ദാറ്റ് kg loss. I think that on this note we'll wrap up. കാരണം I feel like ഈ ഒരു fitness not only helps your exterior but also your mentally it's had to go hand in hand, and everything goes hand in hand എന്നുള്ള നോട്ടിൽ I think ഞങ്ങൾക്ക് ഇത്രയും നേരം thank you so much for sharing such insightful thoughts. Thank you for having me. Thank you so much. അപ്പോൾ ലിഫ്റ്റ് വിത്ത് അജിത്തിന്റെ നോട്ട് ജസ്റ്റ് പേരിൽ മാത്രമല്ല, എല്ലാം കൊണ്ടും people who are with him and people who are joining his journey are being lifted and up. ആരൊക്കെ ഇത് കേൾക്കുന്നവരെന്തായാലും എന്തെങ്കിലും ഒരു ചെറിയൊരു ആക്ഷൻ നമ്മുടെ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു ചെറിയൊരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ we both will be very happy, something towards your fitness. And all of us here. Yeah. All of us. Yeah. So thank you. Thank you. So Thank you. much. Yes.